നടത്തുകയും അത് ഇസ്ലാമിന്റെ പേരിലും മുസ്ലിമിന്റെ പേരിലും മുസ്ലിമീങ്ങളുടെ പേരിലും അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുമായി ആ സ്ഫോടനങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നില്ല. ആ സ്ഫോടനങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരിക്കലും മുസ്ലിങ്ങളായിരുന്നില്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെ ആസൂത്രിതമായി നടപ്പാക്കിയ ചില തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങളുടെ ഭാഗമായി ചിലയിടങ്ങളിൽ നടന്ന സ്ഫോടനങ്ങൾ, ആ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ മുസ്ലിം നാമങ്ങൾ വലിച്ചടക്കപ്പെടുകയും ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള വളരെ ശക്തമായ പ്രചാരവേല ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് സംഭവിച്ചതെന്തായിരുന്നു? നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മുസ്ലിം സമൂഹത്തെ ഒരിക്കലും അത്തരത്തിൽ പ്രതികളായി പിടിച്ചുകൊണ്ടുവരാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായി ഇരു ഭാഗത്ത് അല്ലെങ്കിൽ മുസ്ലിം ഭാഗത്ത് നിന്ന് ചില ശക്തികളെ ഉണ്ടാക്കി തീർക്കുവാനുള്ള ചില നിഗൂഢമായ ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. ആ നാൾവഴികളെ സംബന്ധിച്ചാണ് വിഷയാവതരണത്തിൽ ഇവിടെ വിശദീകരിച്ചത്. ആ നാൾവഴികൾ പരിശോധിച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇസ്ലാമിനോട് ശത്രുത പ്രഖ്യാപിച്ച ഒന്നാമത്തെ ഇസ്ലാമിന്റെ ശത്രു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞ യഹൂദികളുടെ ഗൂഢഫലമായി കൊണ്ട് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത അബ്ദുല്ലാഹ് ഇബ്നു സബഅ എന്ന് പറയുന്ന യഹൂദിയായ മനുഷ്യൻ, അതെ ഇമാം തബരി അദ്ദേഹത്തിന്റെ താരീഖു തബരിയിൽ പ്രത്യേക അധ്യായം കൊടുത്തുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു സബഅ എന്ന യഹൂദിയുടെ ചരിത്രം വിശദീകരിക്കുമ്പോൾ കൃത്യമായി ആ അബ്ദുല്ലാഹ് ഇബ്നു സബഅയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് കാണാം, മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് പുതിയൊരു ആഭ്യന്തര ചിത്രതയ്ക്ക് അബ്ദുല്ലാഹ് ഇബ്നു സബഅ വഴിതെളിക്കുകയും മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ ഒരു വിസി വാളണ്ടിയർ കോർ അഥവാ അന്നത്തെ ഭരണകൂടത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു വാളണ്ടിയർ കോറിനെ അബ്ദുല്ലാഹ് ഇബ്നു സബഅ രൂപപ്പെടുത്തുകയും ചെയ്തു എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇനി നോക്കൂ, ആ അബ്ദുല്ലാഹ് ഇബ്നു സബഅ ഒരു വഴിക്ക് പ്രവർത്തിക്കുമ്പോൾ തന്നെ മുസ്ലിം സമുദായത്തിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഖവാരിജുകൾ എന്ന് പറയുന്ന മറ്റൊരു സംഘം ഇവിടെ രംഗപ്രവേശനം ചെയ്യുകയുണ്ടായി. ആ ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉയർത്താനുള്ള മുദ്രാവാക്യം എന്തായിരുന്നു? ഭരണകൂടത്തിനെതിരെയാണ്. അന്ന് അവിടെ നിലനിന്നിരുന്ന ഭരണ സംവിധാനത്തിനെതിരെയാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് ലാ ഹാകിമ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വിധികർത്താവില്ല, അല്ലാഹുവല്ലാതെ ഭരണകർത്താവില്ല എന്ന മുദ്രാവാക്യവുമായി ഖവാരിജുകൾ രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, ചരിത്രത്തിന്റെ താളുകളിൽ ഇസ്ലാമിക ലോകത്ത് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ ലോകത്താദ്യമായി രൂപപ്പെട്ടു വന്ന ഈ വാളണ്ടിയർ കോർ രഹസ്യ സംഘടനയുടെ ആ വാഗ്ദാക്കളായി രംഗത്ത് വന്ന ആദ്യത്തെ സംഘം ഷിയാക്കൾ, അബ്ദുല്ലാഹ് ഇബ്നു സബയിൽ നിന്ന് ആവേശം പൂണ്ട ഷിയാക്കൾ, ആ ഷിയാക്കളിൽ നിന്ന് ആവേശം പൂണ്ട തീവ്രവാദികളാണ് ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. വീട് വളഞ്ഞു വെച്ച് ആ ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിം നാമധാരികളായ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ ഉയർന്നു വന്ന ആ വാളണ്ടിയർ കോർ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയെ കൊന്നുകളഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായ നാലാം ഖലീഫയായ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നതോ ഖവാരിജുകളാണ്. മുസ്ലിം സമൂഹത്തിൽ അക്കാലഘട്ടത്തിൽ ഉടലെടുത്ത തീവ്രവാദി രഹസ്യ സംഘടനകളോട് സന്ധിയാകാൻ ഇസ്ലാമിന്റെ 3ഉം 4ഉം ഖലീഫമാർ തയ്യാറാകാതിരുന്നപ്പോൾ ആ ഖവാരിജുകളാകുന്ന ഷിയാക്കളാകുന്ന തീവ്രവാദ സംഘത്തോട് സന്ധിയാകാത്തതിന്റെ പേരിൽ ആ ഇസ്ലാമിന്റെ 2 ഖലീഫമാരെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ ഉയർക്കൊണ്ട തീവ്രവാദ സംഘങ്ങൾ കൊന്നുകളഞ്ഞു എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ, മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ ഉയർന്നു വന്ന ആ 2 തീവ്രവാദ സംഘടനകളും ഇസ്ലാമിന്റെ പുറത്തു നിന്ന് പ്രവർത്തിച്ച ജൂതന്മാരുടെ പ്രവർത്തന ഫലമായി ഈ സമൂഹത്തിൽ ഉയർക്കൊണ്ടതാണ് എന്നത് മുസ്ലിം ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്രയും കൃത്യമായി ഭീകരവാദ നിലപാട് സ്വീകരിച്ച മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെ തീവ്രവാദത്തിലേക്ക് ഭീകരവാദത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുക എന്നും ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആവശ്യമായിരുന്നു. ആ രൂപത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ എല്ലാവിധ സാമ്പത്തിക സഹായവും ഇടക്കാലഘട്ടങ്ങളിൽ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ പുറത്തുള്ള ചില ആളുകൾ ചെയ്തു കൊടുക്കുകയുണ്ടായി. അതിൽ ഭാഗവാക്കായ ആളാണ് സയ്യിദ് അബുൽ അഅ്ലാ മൗദൂദി സാഹിബ് എന്നത് ചരിത്രരേഖകൾ കൊണ്ട്, സംഭവ വികാസങ്ങൾ കൊണ്ട്, മൗദൂദി സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ കൊണ്ട്, അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ കൊണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇഖ്വാനുൽ മുസ്ലിമൂൻ ലോകാടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെ കൊണ്ട്
അതുപോലെ തന്നെ ആഭ്യന്തരമായ തെളിവുകൾ കൊണ്ട്, ഇവിടുത്തെ നിയമപാലകന്മാരുടെ നിരീക്ഷണങ്ങൾ കൊണ്ട് ഏത് മാനദണ്ഡത്തിലാണ് തെളിയിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആ മാനദണ്ഡത്തിൽ മുഴുവൻ തെളിയിക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. എത്രത്തോളം ഹൈന്ദവ വർഗീയത, ഹൈന്ദവ ഭീകരത ഇന്ത്യ രാജ്യത്ത് കൊടുകുത്തി വാഴുകയും ആ ഹൈന്ദവ ഭീകരത കടന്നു വരികയും ചെയ്തൊരു കാലഘട്ടത്തിൽ ഹൈന്ദവ ഭീകരതയ്ക്കെതിരെ രംഗത്ത് വന്നത് നമുക്കറിയാം. ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വളർന്ന, ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ച, ഇന്ത്യക്ക് വേണ്ടി പണിയെടുത്ത ഗാന്ധിജി എന്നൊരു ഹിന്ദുവായിരുന്നുവെങ്കിൽ ആ ഗാന്ധിജിയെ തന്നെ കൊല്ലാൻ ഹൈന്ദവ വർഗീയവാദികൾ ഇവിടെ തയ്യാറായി, RSSകാരൻ തയ്യാറായി. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്ത്, ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി പണിയെടുത്ത്, ഇന്ത്യ രാജ്യത്ത് പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ഇന്ത്യൻ പൗരന് വേണ്ടി പണിയെടുത്ത് ഈ നാടൊട്ടുക്കും നഗ്നപാതനായി സഞ്ചരിച്ച് അർദ്ധനഗ്നായ ഫക്കീർ എന്ന സ്ഥാനപ്പേര് ലഭിച്ച ഗാന്ധിജി എന്ന ആ മഹാനായ മനുഷ്യന്റെ മാംസം പറ്റിയ നെഞ്ചകത്തേക്ക് വെടിയുതിർത്തത് ഈ നാട്ടിലെ RSSകാരനായിരുന്നുവെങ്കിൽ, ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവ വർഗീയതക്കെതിരെ ശബ്ദിച്ചത് ഈ നാട്ടിലെ ഹിന്ദുക്കളായിരുന്നുവെങ്കിൽ, ആ ഹിന്ദുക്കൾ പോലും ആ വർഗീയതക്കെതിരെ, ഹൈന്ദവ വർഗീയതക്കെതിരെ ശബ്ദിക്കുമ്പോൾ ആ വർഗീയതക്കെതിരെ ശബ്ദിക്കുന്ന ഹൈന്ദവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിമും ക്രിസ്ത്യാനിയും എന്ന് വേണ്ട ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ മുഴുവൻ ആളുകളും അവർക്കെതിരെ സമരം ചെയ്തപ്പോൾ മൗദൂദി സാഹിബ് ചെയ്തതെന്താ? മറുഭാഗത്ത് പുതിയ ഒരു RSSനെ, മറുഭാഗത്ത് ഒരു മുസ്ലിം BJPയെ, മറുഭാഗത്ത് ഒരു മുസ്ലിം വർഗീയ ശക്തിയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു എന്നത് കേവലം പക്ഷപാതിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചൊരു നിലപാടല്ല. നേരെ മറിച്ച് RSSനെ എതിർക്കണോ? വേണം. സംഘപരിവാറിനെ എതിർക്കണോ? വേണം. സംഘപരിവാറിനെ ഇന്ത്യയിൽ നിന്ന് ആ സിദ്ധാന്തത്തെ കെട്ടുകെട്ടിക്കണോ? ലോകത്താർക്കും സംശയമില്ല, ഗാന്ധിജിക്ക് സംശയമില്ല, ഇവിടുത്തെ മുസ്ലിമിന് സംശയമില്ല, ഈ നാട്ടിലെ മുസ്ലിം ഹൈന്ദവ ബഹുഭൂരിപക്ഷത്തിന് സംശയമില്ല. RSSനെ ഒറ്റപ്പെടുത്തണം, സംഘപരിവാറിനെ ഒറ്റപ്പെടുത്തണം. ആ രൂപത്തിൽ സംഘപരിവാര ശക്തികളുടെ പിന്നാമ്പുറങ്ങളിൽ ഒളിച്ചു കളിക്കുന്ന അച്ചാരം പറ്റുന്ന മുഴുവൻ സംഘടനകളെയും ഇന്ത്യയുടെ മുകളിൽ നിന്ന്, ഇന്ത്യ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന കാര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. എന്നാൽ മറുഭാഗത്ത് ഒരു മുസ്ലിം BJP ഉണ്ടാക്കണോ? ഒരു മുസ്ലിം RSS ഉണ്ടാക്കണോ? ആ രൂപത്തിൽ ഒരു മുസ്ലിം സംഘപരിവാരത്തെ മറുഭാഗത്ത് അണിനിരത്തിക്കൊണ്ട് തെരുവുകളിൽ സംഘടന നടത്തി, സ്ഫോടനങ്ങൾ നടത്തി, ആ സ്ഫോടനങ്ങളുടെ മികവിൽ ആരാണ് ജയിച്ചത്, ആരാണ് ശക്തിമാൻ, ആർക്കാണ് വിജയമെന്ന് തെളിയിക്കണോ? എന്നാൽ സ്ഫോടന പരമ്പരകളിലൂടെ ഈ രൂപത്തിൽ കഴിവ് തെളിയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്ത്യ രാജ്യത്തിലെ പൗരസമൂഹം വഴിമാറിയിട്ടില്ലെന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ഉൾക്കൊണ്ടവരാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ. പക്ഷേ ആ മുസ്ലിം പൊതുസമൂഹത്തിന്റെ ധാരണയോ ചിന്തയോ മനസ്സിലാക്കാതെ മൗദൂദി സാഹിബ് ഹാക്കിമിയത്തുല്ലാ ഹുക്കൂമത്ത് ഇലാഹി എന്ന ഹവാർജിയൻ സിദ്ധാന്തം, പഴയകാല സിദ്ധാന്തം പൊടിതട്ടി പുറത്തു കൊണ്ടുവന്നിട്ട് മൗദൂദി സാഹിബ് പുതിയൊരു സിദ്ധാന്തം ആവിഷ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ദീൻ നമുക്ക് സ്വീകരിക്കണം. ആ ദീൻ നമുക്കുണ്ടാകണമെങ്കിൽ ഈ നാട്ടിൽ ഇസ്ലാമിക ഭരണം വേണം. ഈ നാട്ടിൽ ഇപ്പോഴുള്ളത് മതേതരത്വ ജനാധിപത്യമാണ്. ഈ മതേതരത്വ ജനാധിപത്യം ഇസ്ലാമിന് അന്യമാണ്, മുസ്ലിങ്ങൾക്ക് അന്യമാണ്. ഇസ്ലാമുമായി യോജിക്കുന്ന ഒരൊറ്റ പോയിന്റ് പോലും ആധുനിക മതേതരത്വ ജനാധിപത്യത്തിലില്ല എന്ന് മൗദൂദി സാഹിബ് പറയുകയും പകരം മതരാഷ്ട്രവാദം എന്നൊരു സിദ്ധാന്തം ഇവിടെ ആവിഷ്കരിക്കുകയും ആ മതരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തെ നിർവചിക്കുകയും ചെയ്തു. എത്രത്തോളം മൗദൂദി സാഹിബ് ആരാണ് മുസ്ലിം എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് കാണാം. അദ്ദേഹത്തിന്റെ തഫ്ഹീമാത്ത് ഇന്നും IPH ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ, ഉറുദു സെഷനിൽ ചെന്നാൽ അവിടെ വിൽക്കുന്ന അവിടെ ഇപ്പോഴും വിറ്റഴിക്കുന്ന മൗദൂദി സാഹിബിന്റെ ഉറുദു പുസ്തകം തഫ്ഹീമാത്തിന്റെ ഭാഗം 1 ജിഹാദ് ഫീ സബീലില്ലാ എന്ന ലേഖനം, ആ ലേഖനത്തിന്റെ ചുവട്ടിൽ മൗദൂദി സാഹിബ് എഴുതി വെച്ചു, ആരാണ് മുസ്ലിം? ആ ചോദ്യത്തിന് മൗദൂദി സാഹിബ് നൽകുന്ന മറുപടി, ലോക സാമൂഹിക ഘടന മാറ്റിമറിച്ച് അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥ നടപ്പാക്കാൻ വേണ്ടി ഇസ്ലാം അണിനിരത്തുന്ന അന്താരാഷ്ട്ര വിപ്ലവ സംഘടന അഥവാ ഇന്റർനാഷണൽ റവല്യൂഷണറി പാർട്ടി, അതാണ് മുസ്ലിം. ഹൂ ഈസ് മുസ്ലിം? ആരാണ് മുസ്ലിം? മൗദൂദി സാഹിബിന്റെ മറുപടി, മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്റർനാഷണൽ റവല്യൂഷണറി പാർട്ടി എന്നതാണ്, അന്താരാഷ്ട്ര അട്ടിമറി സംഘടന. ലോകത്ത് മൗദൂദിക്ക് മുമ്പ് മുസ്ലിം സമുദായത്തിന് ഈ ഒരു നിർവചനം നൽകിയ വേറെ ഏതെങ്കിലും ഒരു മഹാത്മാവിനെ കാണാൻ കഴിയുമോ? ലോകത്ത് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇനി കേൾക്കണോ? അതേ മൗദൂദിയുടെ തഫ്ഹീമാത്ത് തന്നെ 2ാമത്തെ വാള്യം റവദാരി കി ഗൈർ ഇസ്ലാമി തസവ്വുർ എന്ന ടൈറ്റിലിന് കീഴിൽ മൗദൂദി സാഹിബ് എഴുതി വെച്ച വാചകം
വാസ്തവത്തിൽ മുസൽമാന്റെ അസ്തിത്വം അനിസ്ലാമിക ഭരണകൂടങ്ങൾക്ക് വെല്ലുവിളിയായേ തീരൂ. എവിടെയെല്ലാം അനിസ്ലാമിക ഭരണവ്യവസ്ഥ നിലനിൽക്കുന്നുവോ അവിടെയൊക്കെ ഇസ്ലാമിക വ്യവസ്ഥ നടപ്പാക്കാൻ അത്യധ്വാനം ചെയ്യുക എന്നതാണ് ഈമാൻ സത്യസന്ധമാണെന്നതിന്റെ തെളിവ്. ഇത്തരം പരാമർശങ്ങൾക്ക് മുന്നിൽ ആരൊക്കെ സഹിഷ്ണുത കാണിക്കും, ആരൊക്കെ സഹിഷ്ണുത കാണിക്കുകയില്ല എന്നൊന്നും പ്രശ്നമാക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റേതല്ലാത്ത ഭരണം നടത്താൻ ഒരാൾക്കും അവകാശമില്ല. അതാണ് ഏറ്റവും വലിയ ഫിത്ന. അനിസ്ലാമിക നിയമവാഴ്ചയാകുന്ന ആ ഫിത്നയെ തുടച്ചു നീക്കുന്നത് വരെ മുസൽമാന്റെ വാളുകൾ ഉറയിൽ പോവുകയില്ല. ഇത് മൗദൂദി സാഹിബിന്റെ തഫ്ഹീമാത്ത് 2ാം വാള്യം റബദാരിക്ക് ഗൈർ ഇസ്ലാമി തസവ്വുർ എന്ന ലേഖനത്തിൽ കൃത്യമായി എഴുതി വെച്ച വാചകമാണ്. അനിസ്ലാമിക നിയമവാഴ്ചയാകുന്ന ആ ഫിത്നയെ തുടച്ചു നീക്കുന്നത് വരെ ഒരു മുസൽമാന്റെ വാള് ഉറയിൽ പോവുകയില്ലെന്ന് ആഹ്വാനം ചെയ്യാൻ മൗദൂദിക്കാരാണ് അധികാരം കൊടുത്തത്. ഇസ്ലാമിനൊരു ചരിത്രമുണ്ട്, ഇസ്ലാമിനൊരു പാരമ്പര്യമുണ്ട്. നമുക്കറിയാം, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ ആദ്യമായി ഹിജ്റ പോയത് ഒരു അമുസ്ലിം ഭരണാധികാരിയുടെ കീഴിലേക്കാണ് മുസ്ലിങ്ങൾ ഹിജ്റ പോയത്. നമുക്കറിയാമല്ലോ, ആ ഭരണാധികാരി പിന്നീട് മുസ്ലിമായി. പക്ഷേ പിന്നീട് അദ്ദേഹം മുസ്ലിമായപ്പോഴും തന്റെ നാട്ടിൽ അമുസ്ലിം ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നജ്ജാശി രാജാവ് അമുസ്ലിം ഭരണവ്യവസ്ഥ നടപ്പിലാക്കി അതിന്റെ നേതാവായി ഭരണാധികാരിയായി ജീവിച്ചുകൊണ്ട് തന്നെ മുസ്ലിമായി മരിച്ചു എന്നത് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യമാണ്. ആ നിലക്ക് അനിസ്ലാമിക നിയമവാഴ്ചയാകുന്ന ഫിത്നയെ തുടച്ചു നീക്കുന്നത് വരെ മുസ്ലിമിന്റെ വാൾ ഉറയിൽ പോവുകയില്ല എന്ന മൗദൂദിയുടെ ആഹ്വാനം അത് തീവ്രവാദത്തിന്റെ ആഹ്വാനമാണ്, അത് ഭീകരവാദത്തിന്റെ ആഹ്വാനമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന് നിലനിൽക്കുന്ന സംഘടനകൾ ഏതായാലും ആ സംഘടനകൾ തീവ്രവാദ ഭീകരവാദ ചിന്താഗതിയുമായി മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ ഊറിച്ചിട്ടുന്നുവെങ്കിൽ അതിന്റെ ആചാര്യൻ മൗദൂദി സാഹിബാണ് എന്നത് ഞങ്ങളുടെ നിരീക്ഷണമല്ല. അയാളുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയതല്ല. നേരെ മറിച്ച് ജമാഅത്തെ ഇസ്ലാമി ഈ കേരളത്തിൽ വെച്ചുകൊണ്ട് തന്നെ കൂരിയാട് എന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് നടത്തിയ ഒരു സമ്മേളനമുണ്ട്, ഹിറാ സമ്മേളനം. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു പത്രപ്രവർത്തകനാണ് മുഖ്യാതിഥിയായി, വിശിഷ്ടാതിഥിയായി ജമാഅത്തെ ഇസ്ലാമിക്കാർ വിളിച്ചുകൊണ്ടുവന്ന ഒരു നേതാവാണ്, പത്രപ്രവർത്തകനാണ് ഫഹ്മി ഹുവൈദി. ആ ഫഹ്മി ഹുവൈദിയുടെ ലേഖനങ്ങൾ ഇന്നും പ്രബോധനങ്ങളിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. ആ ഫഹ്മി ഹുവൈദി, മിസ്റിലെ പത്രപ്രവർത്തകനായ ഫഹ്മി ഹുവൈദി ഹിറാ സമ്മേളനത്തിലെ മുഖ്യാതിഥിയായി, വിശിഷ്ടാതിഥിയായി ജമാഅത്തെ ഇസ്ലാമിക്കാർ വിളിച്ചുകൊണ്ടുവന്ന പത്രപ്രവർത്തകനായ ഫഹ്മി ഹുവൈദി, മൗദൂദിയുടെ ചിന്താഗതികൾ പേറുന്ന ഫഹ്മി ഹുവൈദി. ആ ഫഹ്മി ഹുവൈദി തന്നെ കൃത്യമായി അദ്ദേഹത്തിന്റെ അൽ ഖുർആൻ വസ്സുൽത്താൻ എന്ന പുസ്തകത്തിൽ അതിന്റെ 138-139 പേജുകളിലായി കൃത്യമായി കാര്യം പറയുന്നു. കേട്ടോളൂ. അക്സറുർ റുദൂദി ശുയൂഅൻ ബൈനൽ ഇസ്ലാമിയ്യീന അൽആൻ ഇബാറത്തു ഹുകൂമത്തില്ലാ അല്ലതി യഅതി ബിഹാ ഹിസ്ബുല്ലാഹ് ലിതുഅലാ കലിമത്തുല്ലാഹ് വഹഉലാഇ ഹും ദുആതു ഹാകിമിയത്തില്ലാഹി സുബ്ഹാനഹു വഹുവ التعبير الذي سكه الفقيه الباكستاني الكبير أبو الأعلى مودودي واستخدمه وطوره في العالم العربي السيد قطب أصبح يطل صراحة وضمنا من بين كتابات كثيرة تتراوح بين الرسائل الجامعيات للدكتورات والمنشورات الجمعيات السرية والمتطرفة من إندونيسيا والجزائر. മൗദൂദി സാഹിബ്, ആ മൗദൂദി സാഹിബിന്റെ ഹാക്കിമിയത്തുള്ള ഹുകൂമത്തുള്ള എന്ന ആ പ്രഖ്യാപനം ഖവാരിജികൾ ഉദ്ധരിച്ചതുപോലെയാണ് അദ്ദേഹത്തിന് ഉദ്ധരിക്കാൻ കഴിഞ്ഞത് എന്നത് നമുക്ക് കൃത്യമായി തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. ആ രൂപത്തിൽ ഈ ഹാക്കിമിയത്തുള്ള എന്ന വാദവുമായി രംഗത്ത് വന്നയാള് പാകിസ്ഥാനിലെ ഒരു നേതാവായ അബുൽ അഅ്ല മൗദൂദിയാണ്. അയാൾ മാത്രമല്ല, അയാളെ പിന്തുണച്ചവരുമാണ്. അത് അറബി ലോകത്തിന് പരിചയപ്പെടുത്തിയത്, അറബി ലോകത്തേക്ക് ഇറക്കുമതി ചെയ്തത്, അറബി ലോകത്തിന് അത് എത്തിച്ചു കൊടുത്തത് സയ്യിദ് കുത്തുബാണ് എന്ന് മാത്രമല്ല, ഈ മൗദൂദിയൻ ചിന്താഗതികൾ, ഈ കുത്തുബിയൻ ചിന്താഗതികൾ അക്കാലഘട്ടത്തിലെ ചില യൂണിവേഴ്സിറ്റികളിൽ പോലും തിസീസായി സമർത്ഥിക്കപ്പെടുക മാത്രമല്ല ചെയ്തത്, നേരെ മറിച്ച് വമൻസൂറാത്തിൽ ജംഇയ്യാത്തി സിർരിയ വൽ മുതതരിഫ മിൻ ഇന്തോനേഷ്യ വൽ ജസായിർ, അൾജീരിയ മുതൽ ഇന്തോനേഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന ആ മുഴുവൻ
തീവ്രവാദ രഹസ്യ സംഘടനകൾക്കിടയിലും മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങൾ ആവേശം പകരുവാൻ, അവർക്ക് ആവേശം പകരാൻ, തീവ്രവാദികൾക്ക് ആവേശം പകരാൻ, രഹസ്യ സംഘടനക്കാർക്ക് ആവേശം പകരാൻ മൗദൂദി സാഹിബിന്റെ ഈ ഹാക്കിമിയത്തുള്ള എന്ന സിദ്ധാന്തവും ആ സിദ്ധാന്തം സമർത്ഥിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകവും ഉപയോഗിച്ചു എന്ന് പറഞ്ഞത് നമ്മളല്ല, മുജാഹിദുകളല്ല, സലഫികളല്ല. നേരെ മറിച്ച് മൗദൂദിയൻ സഹചാരിയായ ഫഹ്മി ഹുവൈദ് തന്നെ അദ്ദേഹത്തിന്റെ അൽ ഖുർആൻ വസ്സുൽത്താൻ എന്ന പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും എന്റെ ചോദ്യകർത്താവിന് പ്രസ്തുത വിഷയത്തിൽ സംശയം അവശേഷിക്കുന്നുവെങ്കിൽ വീട്ടിൽ പോയിട്ടോ അതല്ലെങ്കിൽ IPHന്റെ ബുക്ക് സ്റ്റാളിൽ പോയിട്ടോ KC അബ്ദുള്ള മൗലവി എന്ന കേരളത്തിലെ അമീറായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന KC അബ്ദുള്ള മൗലവി എഴുതിയ ഇബാദത്തൊരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിന് ഒരു മുഖവുര KC അബ്ദുള്ള മൗലവി എഴുതിയിട്ടുണ്ട്. ആ മുഖവുരയിൽ ഞാനിപ്പോൾ വായിച്ച ഫഹ്മി ഹുവൈദിയുടെ അസ്സുൽത്താൻ അൽ ഖുർആൻ വസ്സുൽത്താൻ എന്ന പുസ്തകത്തിലെ ഈ വാചകങ്ങളുടെ അർത്ഥം പച്ച മലയാളത്തിൽ തന്നെ KC അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയും ഈ തീവ്രവാദ ചിന്താഗതികളുടെ പിന്നിൽ പ്രവർത്തിച്ചത് മൗദൂദിയാണോ? ഈ ഇന്തോനേഷ്യ മുതൽ അൾജീരിയ വരെ വ്യാപിച്ചു കിടക്കുന്ന തീവ്രവാദ രഹസ്യ സംഘടനകൾക്ക് ബീജാഭാവം നൽകിയത് മൗദൂദിയുടെ സിദ്ധാന്തമാണോ എന്ന സംശയത്തിന് ഒരു ചാൻസുമില്ല. അത് പരിപൂർണമായി അറിഞ്ഞു വന്നിരിക്കുന്നു എന്നതാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വളരെ വിശദമായി തീവ്രവാദത്തിന്റെ ഇരുതലങ്ങളും പരാമർശിക്കുകയുണ്ടായി. ഇസ്ലാമിക വൃത്തത്തിൽ കയറി പുറത്തുപോയ പിഴച്ച കക്ഷികളായ ഖവാരിജുകളുടെ ആശയങ്ങളാണ് മൗദൂദി സാഹിബ് തൻ്റെ വാദങ്ങൾക്ക് സൈദ്ധാന്തിക അടിത്തറയായി സ്വീകരിച്ചത് എന്ന് സവിസ്തരം അനസ് മൗലവി പ്രതിപാദിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. ഇന്ത്യയിൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും മറ്റു മുസ്ലിങ്ങളുമാണെന്ന് വരുത്തി തീർക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മാലേഗാവ് സംതോദ സംഭവങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം കണ്ടില്ലെന്നാണോ നടിക്കുന്നത്? ഇതിന് ഒരു മറുപടി കിട്ടിയാൽ കൊള്ളാം. മുജാഹിദ് പ്രസ്ഥാനം കാണാതിരുന്നിട്ടില്ല, കണ്ടിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്, ശബ്ദിച്ചിട്ടുണ്ട്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്ഫോടനങ്ങളുടെയും പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവകമായ ശ്രമമാണ് നടത്തിയത് എന്നാണ് പറയുന്നത്. അത് സത്യത്തിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സൈദ്ധാന്തിക ആചാര്യന്മാരാണ് ഈ വിഷയത്തിൽ എന്നാണ് ഇവിടുന്ന് സമർത്ഥിച്ചത്. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഇന്ന് നിലവിലുള്ള ഇസ്ലാമിക ലോകത്ത് ആ രൂപത്തിലുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചതും ആ രൂപത്തിൽ ചില സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചതും ജമാഅത്തെ ഇസ്ലാമിയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടാണ് എന്നാണ് കൃത്യമായി ഇവിടുന്ന് വിശദീകരിച്ചത്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാലേഗാവിൽ സ്ഫോടനം നടന്നു, അവിടെ സ്ഫോടനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് എന്ന് ആരെങ്കിലും ഇവിടുന്ന് പറഞ്ഞു? സംജോത സ്ഫോടനം നടന്നു, സംജോത സ്ഫോടനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണെന്ന് ആരെങ്കിലും ഇവിടുന്ന് പറഞ്ഞു? എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നത്? അങ്ങനെ ആരും അവകാശപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഈ ഇസ്ലാമിന്റെ മുന്നേറ്റത്തെ തകർക്കുവാൻ വേണ്ടി പണിയെടുത്ത ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് രഹസ്യമായ ഒരു അജണ്ടയുണ്ടായിരുന്നു. ആ അജണ്ടയെ സംബന്ധിച്ച് കഴിഞ്ഞ എന്റെ മറുപടിയിൽ തന്നെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ആ അജണ്ട നടപ്പാക്കുവാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ആസൂത്രണം ചെയ്ത ചില പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകാടിസ്ഥാനത്തിൽ നടന്നു വന്ന ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനം എത്രത്തോളം നീണ്ടു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു. ആ വേൾഡ് ട്രേഡ് സെന്റർ തകരുമ്പോൾ അതിനു മുമ്പ് തന്നെ മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില സ്ഫോടനങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗത്ത് അവർ നടത്തുകയുണ്ടായി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1995 ഒക്ലഹോമയിൽ നടന്ന സ്ഫോടനം. 1995 ഒക്ലഹോമയിൽ ഏപ്രിൽ 19 ഒക്ലഹോമയിൽ സ്ഫോടനം നടന്നതിനു ശേഷം പിറ്റേന്ന് പത്രങ്ങളിൽ അച്ചുനിരത്തിയത് അത് മുസ്ലിങ്ങളാണ് ചെയ്തത് എന്നാണ്. ഇനിയോ ചരിത്രത്തിൽ അല്ല,
പിന്നെ 90-നും 2000-നും ഇടയിലുള്ള കാലയളവിൽ തന്നെ 1996 ഡിസംബർ 5-ന് ഫ്രാൻസിലെ REP പോർട്ട് റോയൽ റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ഫോടനം നടന്നു. ആ ബോംബ് സ്ഫോടനം നടന്നപ്പോഴും സ്ഫോടനം നടന്ന് പിറ്റേന്ന് തന്നെ പറഞ്ഞത് മുസ്ലിങ്ങളാണത് ചെയ്തത് എന്നതാണ്. ഇനിയോ 1996 ജൂലൈ 18-ന് ഒരു TWA വിമാനം തകർന്നു. ആ വിമാനം തകർന്നപ്പോഴും പറഞ്ഞത്, പിറ്റേന്ന് പ്രതികരണം വന്നത്, പത്രക്കോളങ്ങൾ അച്ചിനിരത്തിയത് മുസ്ലിങ്ങളാണ് അത് ചെയ്തത് എന്നാണ്. എന്നാൽ പിന്നീട് വളരെ വിദഗ്ധമായ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും അന്വേഷണങ്ങളും നടന്നപ്പോ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞു, ഒരിക്കലും ഇപ്പറയപ്പെട്ട ഒരു സ്ഫോടനവുമായി മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല എന്ന്. എന്നാൽ അതിനുശേഷവും പിന്നെയും മാലേഗാവ് സംഭവിക്കുന്നതിന് മുമ്പ്, സംജോത സംഭവിക്കുന്നതിന് മുമ്പ് 2001 സെപ്റ്റംബർ 11-ന് അമേരിക്കയിലെ വ്യാപാര സമുച്ചയമായ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടു. വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന്റെ പിറ്റേന്ന് പത്രങ്ങൾ അച്ചുനിരത്തി, വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് മുസ്ലിങ്ങളാണ് എന്ന്. ആ മുസ്ലിങ്ങളാണെന്ന പ്രഖ്യാപനം നടത്തിയെന്ന് മാത്രമല്ല, ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ പേര് അതിന്റെ പിന്നാലെ പറയപ്പെട്ടു. ഒസാമ ബിൻ ലാദൻ എന്ന തലപ്പാവ് വെച്ച, നീണ്ട ദാടി വെച്ച ഒരു മുസ്ലിമിന്റെ പേര് അതിന്റെ പിന്നാലെ ഉന്നയിക്കപ്പെടുകയും പിറ്റേന്ന് തന്നെ അമേരിക്ക നേരെ അഫ്ഗാനിസ്ഥാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യുദ്ധക്കപ്പലുകൾ അയക്കുകയും ചെയ്തു. എന്തിനാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് യുദ്ധക്കപ്പൽ എന്ന് ചോദിച്ചപ്പോൾ അമേരിക്കയുടെ വിശദീകരണം വന്നു, അതെ, ഉസാമ ബിൻ ലാദൻ എന്ന ലോക ഭീകരവാദി അഫ്ഗാനിസ്ഥാനിലുണ്ട് എന്നാണ്. അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിൽ കടന്നു ചെന്നുകൊണ്ട് നൂറുകണക്കിന് മനുഷ്യമക്കളെ അമേരിക്ക കൊന്നൊടുക്കി. പക്ഷേ ഉസാമ ബിൻ ലാദന് ഇന്ന് വരേക്കും, ഈ ശബ്ദം, ഈ പരിപാടി ഇവിടെ നടക്കുന്നത് വരേക്കും അമേരിക്കക്ക് കണ്ടെത്താനായില്ല. അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ തന്നെയും നടത്തപ്പെട്ട ഒരു ഗൂഢതന്ത്രം, ആ തന്ത്രമായിരുന്നു മാധ്യമങ്ങളിലൂടെ മുസ്ലിം സമുദായത്തെ ആക്രമിക്കുക. ഭീകരവാദം എന്ന് പറഞ്ഞാൽ, തീവ്രവാദം എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഇസ്ലാമിനെ കൂട്ടിവായിക്കുന്ന അവസ്ഥ, ഇസ്ലാമിക് ടെററിസം എന്ന പ്രഖ്യാപനം, ഇസ്ലാം എന്നാൽ ഭീകരവാദമാണെന്ന പ്രഖ്യാപനം, ഇസ്ലാം എന്നാൽ തീവ്രവാദമാണെന്ന പ്രഖ്യാപനം, ഇസ്ലാം എന്നാൽ തീവ്രവാദമാണെന്ന ഭീകരവാദമാണെന്ന ആ വിശദീകരണം നമുക്കറിയാം. ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചു. അത് മുജാഹിദ് പ്രസ്ഥാനം കാണാതെ പോയിട്ടില്ല. ആര് കാണുന്നതിനേക്കാളും നന്നായി ആ രൂപത്തിലുള്ള ഗൂഢ അജണ്ടകളെ തിരിച്ചറിഞ്ഞവരാണ് മുജാഹിദ് പ്രസ്ഥാനം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു. ആ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതിന്റെ പിറ്റേന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ മലയാളത്തിൽ പുറത്തിറങ്ങുന്ന ഒരു പ്രസിദ്ധീകരണം, ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ഈ പ്രസിദ്ധീകരണം പുറത്തിറങ്ങുന്നത് 2001 സെപ്റ്റംബറിലാണ്. ഇതിന്റെ മെയിൻ ടൈറ്റിൽ ജിഹാദ്, ലോകത്തോടുള്ള പോർവിളി എന്നാണ്. ഈ ടൈറ്റിലിന് കീഴിൽ ഇതിനകത്ത് ഇന്ത്യ ടുഡേക്കാരൻ പ്രതിനിധീകരിച്ച ഒരു ഫോട്ടോയുണ്ട്. എന്താണ് ഫോട്ടോ എന്നറിയുമോ? അമേരിക്കൻ അജണ്ട നടപ്പാക്കുന്ന മീഡിയ സംസ്കാരം. ആ മീഡിയ സംസ്കാരം തെളിയിച്ചുകൊണ്ട് പിറ്റേന്ന് വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതിന്റെ പിറ്റേയാഴ്ച പുറത്തിറങ്ങിയ ഇന്ത്യ ടുഡേയിൽ ഒരു അസ്ഥികൂടത്തിന്റെ ഫോട്ടോ കൊടുത്തു. ആ അസ്ഥികൂടമാകട്ടെ പച്ചപ്പുതപ്പ് പുതച്ചു നിൽക്കുന്നു. ഒരു കയ്യിൽ വേൾഡ് ട്രേഡ് സെന്റർ, മറുകൈയിൽ ഒരു ദീപശിഖ. ആ ദീപശിഖക്കകത്തുള്ളത് ദീപമല്ല, നേരെ മറിച്ചൊരു നിലാവും നക്ഷത്രവും. ആ അസ്ഥികൂടത്തിന് വലിയൊരു തലപ്പാവുണ്ട്. ആ തലപ്പാവിന്റെ നാലുപാടും മിസൈലുകൾ ഇതാ തെറിച്ചു നിൽക്കുന്ന കാർട്ടൂണിലൂടെയുള്ള ഒരു ആവിഷ്കാരം. അത് കാണുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് മുസ്ലിമാണ്, ഒരു മുസ്ലിമാണ്, പച്ച പുതച്ചൊരു മുസ്ലിമാണ്, തലപ്പാവ് ധരിച്ചൊരു മുസ്ലിമാണ്. പക്ഷേ ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അസ്തിത്വമുണ്ട് എന്ന് സമ്മതിക്കാൻ അവർ തയ്യാറാകുന്നില്ല. നേരെ മറിച്ച് ഒരു അസ്ഥികൂടത്തിനാണ് പച്ചപ്പുതപ്പ് പുതച്ചു കൊടുത്തത്. ഇനി അതുമാത്രമല്ല, ഇതേ ഇന്ത്യ ടുഡേയിൽ തന്നെ മറ്റൊരു ചിത്രം കൊടുത്തിരിക്കുന്നു, കാർട്ടൂൺ കൊടുത്തിരിക്കുന്നു. എന്താണ് കാർട്ടൂണിലുള്ളത്? ഒരു തേള്, ഒരു കരിന്തേള്, തലയിൽ പച്ച പുൽകിയ ഒരു കരിന്തേള്, ഒരു കയ്യിൽ AK-47 മറുകൈയിൽ ബോംബ് ഏന്തിയ ഒരു കരിന്തേള്. ആ കരിന്തേളിന്റെ വാലിലാകട്ടെ ഒരു നിലാവും നക്ഷത്രവും. എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ കരിന്തേള് തലയിൽ ഇസ്ലാമാകുന്ന വിഷം നിറച്ച, ഒരു കയ്യിൽ AK-47 മറുകൈയിൽ ബോംബും പിടിച്ച ഒരു കരിന്തേളാണ് മുസ്ലിം എന്ന രൂപത്തിൽ ലോക ജനതയെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ലോക മീഡിയകളുടെ ഗൂഢതന്ത്രം. ആ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള നിരവധി കാർട്ടൂണുകൾ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. മാത്രമല്ല, പിറ്റേ ദിവസം അഫ്ഗാനിസ്ഥാനിലേക്ക് അമേരിക്ക നീങ്ങിയതിനു ശേഷം പുറത്തിറങ്ങിയ ഇന്ത്യ ടുഡേയാണ്. ഒക്ടോബർ 2001 ഒക്ടോബർ 8 പുറത്തിറങ്ങിയ ഇന്ത്യ ടുഡേ. ആ ഇന്ത്യ ടുഡേയിൽ ഇംഗ്ലീഷ് പതിപ്പിൽ നമുക്ക് കാണാം അഫ്ഗാനിസ്ഥാൻ സ്പെഷ്യൽ ഇന്ത്യ ടുഡേ 2001 ഒക്ടോബർ 8. എന്നിട്ട് അതിന്റെ മെയിൻ ടൈറ്റിൽ എന്താണെന്നറിയോ? ഇസ്ലാംസ് ബുക്കാനിയേഴ്സ്
ഇസ്ലാം ബുക്കാനിയേഴ്സ് മിഡീവൽ അഫ്ഗാനിസ്ഥാൻ ഫേസ് സൂപ്പർ പവർ വാത്ത് എന്ന ഒരു ടൈറ്റിലാണ് ഇന്ത്യ ടുഡേയിൽ നൽകിയിട്ടുള്ളത്. ഇസ്ലാംസ് ബുക്കാനിയേഴ്സ് എന്ന 2001 ഒക്ടോബർ പുറത്തിറങ്ങിയ അഫ്ഗാനിസ്ഥാൻ സ്പെഷ്യലായി പുറത്തിറങ്ങിയ ഇന്ത്യ ടുഡേയുടെ മലയാള പതിപ്പ് പുറത്തിറങ്ങി. മലയാള പതിപ്പാണിത്. ഇതേ മാസികയുടെ ഇതേ പതിപ്പിന്റെ ഇന്ത്യ ടുഡേയുടെ മലയാള പതിപ്പ്. ഈ മലയാള പതിപ്പിൽ കൃത്യമായി നമുക്ക് കാണാം ഇസ്ലാംസ് ബുക്കാനിയേഴ്സ് എന്ന് ഒരു സ്ഥലത്ത് ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഇസ്ലാംസ് ബുക്കാനിയേഴ്സ് എന്ന വാക്കിന്റെ പരിഭാഷയായി ഇതിൽ കൊടുക്കുന്നത് മതഭ്രാന്തിന്റെ പോരാളികൾ എന്നാണ്. ബാക്കിയെല്ലാം നേർക്കുനേരെയുള്ള മറുപടിയും നേർക്കുനേരെയുള്ള തർജ്ജിമകളുമാണുള്ളത്. അഫ്ഗാനിസ്ഥാൻ സ്പെഷ്യൽ, അഫ്ഗാനിസ്ഥാൻ പതിപ്പ്, ഇന്ത്യ ടുഡേ അത് പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. ഇന്ത്യ ടുഡേ അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ അടുത്തതോ ഇസ്ലാംസ് ബുക്കാനിയേഴ്സ്, മതഭ്രാന്തിന്റെ പോരാളികൾ. ഈ രൂപത്തിൽ ഈ കൊച്ചു കേരളത്തിൽ പോലും മുസ്ലിം സമൂഹത്തെയും ഇസ്ലാമിക സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, ലോകത്താരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഫോടനം നടത്താൻ തീരുമാനിച്ചാൽ പോലും, അതിനുവേണ്ടി ഒരു ഇമെയിൽ അയച്ചാൽ പോലും, ഒരു മുസ്ലിമിന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ അതിനൽപ്പം ബലം കിട്ടുമെന്ന് പോലും ചിന്തിച്ചു. എത്രത്തോളം അതിന് തെളിവാണ് ഈ അടുത്ത സമയത്ത് നാം കണ്ടത്. സോണിയാഗാന്ധിയെ വധിക്കുമെന്ന് രാഷ്ട്രപതിയുടെ ഓഫീസിലേക്ക് ഇമെയിൽ അയച്ചതിനെ തുടർന്ന് അരുൺ സൂര്യ എന്ന എഞ്ചിനീയർ വിദ്യാർത്ഥി പോലീസ് പിടിയിലായി. എറണാകുളത്തെ പാലാരിവട്ടത്തുള്ള അരുൺ സൂര്യ എന്ന ഒരു ചെറുപ്പക്കാരൻ പ്രേമനൈരാശ്യത്തെ തുടർന്ന് സോണിയാഗാന്ധിയെ വധിക്കുമെന്ന് ഇമെയിൽ അയച്ചപ്പോൾ അയാൾ നൽകിയ പേരെന്തായിരുന്നുവെന്നറിയോ? ഇമെയിൽ സന്ദേശത്തിൽ നവംബർ 14 സോണിയാഗാന്ധി കൊല്ലപ്പെടുമെന്ന് സന്ദേശം അയച്ചപ്പോൾ അയാൾ അതിൽ കൊടുത്ത പേര് റഹ്മത്തുല്ലാഹി ബർക്കത്ത് എന്നതായിരുന്നു. എന്തേ അരുൺ സൂര്യ സ്വന്തം പേര് കൊടുത്തില്ല? റഹ്മത്തുല്ലാഹി ബർക്കത്ത് എന്ന് പേര് കിട്ടിയാൽ, പേര് വെച്ചാൽ. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് അരുൺ സൂര്യ എറണാകുളം ജില്ലയിലെ പാലാരിവട്ടത്തിൽ നിന്ന് സോണിയാഗാന്ധിക്ക് ഇമെയിൽ അയക്കുമ്പോൾ അയാൾ നൽകിയ പേര് റഹ്മത്തുല്ലാഹി ബർക്കത്ത് എന്നതായിരുന്നു. എന്തേ? മുസ്ലിം ആണെങ്കിൽ ഇച്ചിരി ഗൗരവം ഉണ്ടാകുന്നതാണ്, മുസ്ലിം ആണെങ്കിൽ പൊട്ടിക്കന്നെ ചെയ്യും എന്നൊരു ധാരണ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് നാട്ടിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നടന്ന ഒരു സ്ഫോടനം തന്നെയായിരുന്നു മാലേഗാവ് സ്ഫോടനം. മാലേഗാവ് സ്ഫോടനം നടന്നതിന്റെ പിറ്റേന്ന് ഇന്ത്യ രാജ്യത്തടക്കം പത്രങ്ങൾ വെണ്ടക്ക നിരത്തിയത് മുസ്ലിങ്ങളാണ് ചെയ്തത്. എന്താ കാരണം? എന്തേ മാലേഗാവ് സ്ഫോടനം മുസ്ലിങ്ങൾ നടത്തിയതാണ് എന്നതിന്റെ തെളിവ് പറഞ്ഞത് അതിൽ RDX ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. RDX ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം പാകിസ്ഥാനിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് ഒരുപാട് RDX കിട്ടാറുണ്ട് എന്നാണ്. ഇങ്ങനെ RDX ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ മുസ്ലിങ്ങളാണത് ചെയ്തത് എന്ന് വരുത്തി തീർത്തു. പിന്നീട് അന്വേഷണങ്ങൾ പുരോഗമിച്ചപ്പോൾ അവസാനം നമ്മുടെ നാട്ടിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെയധികം സത്യസന്ധമായി അവർ അന്വേഷണം നടത്തി. കൃത്യമായി അതിന്റെ യാഥാർത്ഥ്യം അവർ പുറത്തു കൊണ്ടുവന്നു. സംഘപരിവാര ശക്തികളാണ് മാലേഗാവ് സ്ഫോടനത്തിന്റെ പിന്നിലെന്നും, മാത്രമല്ല RDX വന്നത് പാകിസ്ഥാനിൽ നിന്നല്ല, നേരെ മറിച്ച് ഇന്ത്യൻ മിലിറ്ററിയുടെ ഉള്ളിൽ നിന്നാണ് RDX വിതരണം ചെയ്തത് എന്ന്. അതിന് നമ്മുടെ നാട്ടിലെ ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞയെടുത്ത പട്ടാളക്കാർക്ക് പോലും പങ്കുണ്ട് എന്ന് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു എന്ന് മാത്രമല്ല, ആയുധ പരിശീലനം പോലും കൃത്യമായ ഒരു ആർമി അല്ലെങ്കിൽ ഒരു മിലിറ്ററി ആയുധ പരിശീലനം പോലും നൽകിയെന്നും അവർക്ക് കിട്ടിയെന്നുമൊക്കെയുള്ള വാർത്തകൾ പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. നാം പത്രങ്ങൾ വായിക്കുന്നവരാണ്, കൃത്യമായി വാർത്തകൾ കേൾക്കുന്നവരാണ്. ശരി, ആ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ ലോകത്തൊരു മനുഷ്യനും മുഖം തിരിഞ്ഞു നിന്നിട്ടില്ല. മാലേഗാവ് സ്ഫോടനത്തിന്റെ പിന്നിലുണ്ടായത് സംഘപരിവാരാണ്, സംജോത സ്ഫോടനത്തിന്റെ പിന്നിലുണ്ടായത് സംഘപരിവാരാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ഒരു മുസ്ലിമായിരുന്നില്ല. നേരെ മറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ബോംബെയിൽ വെച്ചുകൊണ്ട് വീരമൃത്യു വരിച്ച ധീരനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, അയാൾ ഒരിക്കലും മുസ്ലിമായിരുന്നില്ല. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ കെട്ടുറപ്പും ഇന്ത്യൻ സമൂഹത്തിന്റെ നിലനിൽപ്പും ആഗ്രഹിച്ച ഇന്ത്യൻ അന്വേഷണ വിഭാഗത്തിൽപ്പെട്ട ആത്മാർത്ഥതയുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് മാലേഗാവ് സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സംഘപരിവാര ശക്തികളാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. മാത്രമല്ല, മാലേഗാവ് സ്ഫോടനത്തിന്റെ പിന്നിൽ സൈന്യത്തിന് പോലും പങ്കുണ്ട് എന്ന യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞയാള് ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും അയാൾ ഒരു മുസ്ലിം ആയിരുന്നില്ല, നേരെ മറിച്ച് അയാൾ ഒരു ഇന്ത്യക്കാരനായിരുന്നുവെന്ന തിരിച്ചറിവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് മാലേഗാവിൽ സ്ഫോടനം നടത്തി സംഘപരിവാരുകാരൻ.
സംജോത സ്ഫോടനം സംഘപരിവാരുകാരൻ നടത്തി. ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ, ഇന്ത്യ രാജ്യത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ നിരവധി അനവധി സ്ഫോടനങ്ങൾ ഈ പറഞ്ഞ സംഘപരിവാരുകാരൻ നടത്തി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പകരം പൊട്ടിക്കണോ? പകരം നമ്മള് ഒപ്പത്തിനൊപ്പം എത്തണോ? ഒരു മാലേഗാവ് നാം ആവർത്തിക്കണോ? ഒരു സംജോത ഒന്നുകൂടി നാം ചെയ്യണോ? അതാണോ നിലപാട്? അല്ല. ആ നിലപാട് ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്നതാണ് മുസ്ലിം സമൂഹത്തിന്റെ നിലപാട്. സംഘപരിവാരുകാരന് ഒരു പക്ഷേ അത് ചെയ്യാൻ കഴിഞ്ഞേക്കും. അവന്റെ ദാർശനികൻ അത് ഗോൾവാൾക്കറാണ്. അവന്റെ മനസ്സ് ഹിറ്റ്ലറുടെ മനസ്സാണ്. എന്നാൽ ഒരു മുസൽമാന്റെ മനസ്സ് മുഹമ്മദ് നബിയുടെ മനസ്സായിരിക്കണം, റസൂലുള്ളാഹിയുടെ സഹാബത്തിന്റെ മനസ്സായിരിക്കണം. അവിടെയാണ് വ്യത്യാസം. നമ്മൾ സംഘപരിവാരുകാരനല്ല, നമ്മൾ RSSകാരനല്ല. RSSകാരന്റെ മനസ്സ് നമുക്കില്ല. ഇനി നേരെ തിരിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ഔന്നിത്യത്തിനു വേണ്ടി, മുസ്ലിം സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇവിടെ സംഘപരിവാരുകാരനെതിരെ ആയുധ പരിശീലനം നടത്തണമെന്ന് ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ അവർക്കും സംഘപരിവാരുകാരൻ മറുപടി തന്നില്ലേ? മാലേഗാവ് സ്ഫോടനത്തിന്റെ അന്വേഷണം നടത്തിയതിനു ശേഷം പിന്നീട് വന്ന അന്വേഷണ വിഭാഗം ഈ ഇന്ത്യ രാജ്യത്തെ ഓരോ മനുഷ്യന്റെ മുന്നിലും വിളിച്ചു പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. എന്ത്? സംഘപരിവാരുകാരൻ ഗൂഢതന്ത്രം ആവിഷ്കരിച്ചു. എന്തിനാ ആവിഷ്കരിച്ചത്? എന്തിനാ സംഘപരിവാരുകാരൻ ഗൂഢതന്ത്രം ആവിഷ്കരിച്ചത്? RSS നേതാക്കന്മാരെ കൊല്ലാൻ. RSS വളരുന്നു, അതുകൊണ്ട് RSSനെതിരെ അപ്പുറത്ത് അണിനിരക്കൂ എന്ന് ആഹ്വാനം ചെയ്തവരെ നിങ്ങൾക്കാർക്കെങ്കിലും തർക്കമുണ്ടാവോ? RSSന്റെ നേതാക്കന്മാരെ ബോംബിട്ട് കൊല്ലണമെന്ന്, RSSന്റെ നേതാക്കന്മാരെ നശിപ്പിക്കണമെന്ന്. എന്നാൽ RSSകാരനെ കൊല്ലണമെന്ന് തീരുമാനിച്ചതാരാ? സംഘപരിവാര ശക്തികൾ. RSS നേതാക്കന്മാരെ കൊല്ലാൻ പോലും സംഘപരിവാര ശക്തികള് ഇതാ തയ്യാറെടുത്തു കഴിഞ്ഞു. എന്തിനാ? RSSകാരനൊരു നേതാവിനെ കൊന്നാൽ അത് സംഘപരിവാരം കൊന്നാലും മുസ്ലിമാണ് കൊന്നത് എന്ന് വരും. അങ്ങനെ വരുത്തി തീർത്ത് നാടിന്റെ മുക്കുമൂലകളിൽ നമുക്ക് കഴിഞ്ഞാട്ടം നടത്താം. മുസ്ലിം സഹോദരികളെ നമുക്ക് മാനഭംഗപ്പെടുത്താം. മുസ്ലിം കുട്ടികളെ നമുക്ക് നിഷ്ഠൂരമായി കൊല്ലാം. ആ ഒരു സാഹചര്യം ഇവിടെ നമുക്ക് അനുകൂലമായി ഉണ്ടാകണമെങ്കിൽ RSSന്റെ നേതാക്കന്മാരെ നമ്മൾ തന്നെ കൊല്ലണമെന്ന അവസ്ഥയിലേക്ക് സംഘപരിവാര ശക്തികൾ എത്തിച്ചേർന്നുവെങ്കിൽ സംഘപരിവാരം അത് ചെയ്യണ്ട, ഞങ്ങളത് ചെയ്തോളാം, ഞങ്ങൾ RSSകാരനെ കൊന്നോളാം, എന്നിട്ട് നിങ്ങൾ വന്നഴിഞ്ഞാട്ടം നടത്തിക്കൊള്ളൂ എന്നാണോ ഒരു മുസ്ലിം പറയേണ്ടത്? ഏത് നിലപാടാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രിയാത്മകമായ ബുദ്ധിപൂർവകമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് സ്വയം സാക്ഷീകരിച്ചതല്ല. കാലം മാറി വരുമ്പോ, പ്രതിഭാസങ്ങൾ മാറി വരുമ്പോ, അന്തരീക്ഷം മാറി വരുമ്പോ, ആ അന്തരീക്ഷം മാറി വരുന്നതിനനുസരിച്ച് കൊണ്ട് കുറച്ചാളുകൾ വട്ടം കൂടിയെടുക്കുന്ന തീരുമാനമല്ല വിശുദ്ധ ഇസ്ലാമിന്റെ തീരുമാനം. നേരെ മറിച്ച് അത് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിച്ച വിശുദ്ധമായ അള്ളാഹുവിന്റെ കലിമത്താണ്. എല്ലാ അറിവും ആ അറിവുകളുടെ സർവ്വത്തിന്റെയും ഉടമയായ അള്ളാഹുവിനാൽ ലോകത്ത് അവതരിപ്പിച്ച ആദർശമാണ് വിശുദ്ധ ഇസ്ലാമെങ്കിൽ ആ വിശുദ്ധ ഇസ്ലാമിന് കൃത്യമായ തീരുമാനമുണ്ട്. ആ തീരുമാനവുമായി മുസ്ലിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ വിഷയത്തിൽ ഈ സമൂഹത്തോട് പറയാനുള്ളത്. ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും ഭീകര രൂപങ്ങളാണ് ഇവിടെ അനാവരണം ചെയ്തത്. അടുത്ത ചോദ്യം ക്ഷണിക്കുന്നു. ചോദ്യകർത്താക്കൾ അവരുടെ പേരും സ്ഥലവും പറയേണ്ടതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷിബു മുഹമ്മദ്, ആലപ്പുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ ചോദ്യം, നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തെ പരിപൂർണമായി പിന്തുണക്കുക വഴി മുജാഹിദീങ്ങൾ അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൽ വെള്ളം ചേർക്കുകയല്ലേ? അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കലല്ലേ ഇന്ത്യയിൽ നിലവിലുള്ള ജനാധിപത്യ വ്യവസ്ഥിതിയോട് സഹകരിക്കുക വഴി മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. മുജാഹിദ് പ്രസ്ഥാനം മാത്രമല്ല, കേരളത്തിലെ ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും നിലവിലുള്ള ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വിവിധ മതവിഭാഗങ്ങൾ ഒരുമിച്ച് സഹകരണത്തോടുകൂടി നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ഒരു നിലവാരം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാമിൻ്റെ മഹത്വമായ ആദർശത്തെ വേറിട്ടറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എത്രമാത്രം ഇതര ആദർശം സ്വീകരിച്ചവരോട് ഇടപഴകാം എന്നതിൻ്റെ
കൃത്യമായ ഇസ്ലാമിക മാതൃക സ്വീകരിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രേരിപ്പിക്കുന്നത് എന്നാണ് തുടക്കത്തിൽ പറയാനുള്ളത്. അതായത് മുസ്ലിങ്ങളല്ലാത്തവരോട് അനശ്വരമായ ശത്രുത പ്രഖ്യാപിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഈ ലോകത്ത് ഏത് ആദർശവും സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. എന്നാൽ സർവശക്തനായ അള്ളാഹു അംഗീകരിക്കുന്ന ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായ ഇസ്ലാമിന്റെ തനതായ ആദർശം സ്വീകരിച്ചില്ലെങ്കിൽ ഇഹലോകത്തുണ്ടാകുന്ന സർവശക്തന്റെ അരികിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളും പരലോകത്ത് അവനെ കാത്തിരിക്കുന്ന നരകത്തിന്റെ കെടുതികളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തണം, പ്രബോധനം ചെയ്യണം, താക്കീത് ചെയ്യണം എന്ന ദൗത്യം മാത്രമേ മുസ്ലിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഇസ്ലാമിനെ ഉൾക്കൊള്ളാത്തവരെ നശിപ്പിക്കാനോ ശത്രുക്കളായി പ്രഖ്യാപിക്കാനോ അനുവാദമില്ല. പ്രത്യേകിച്ചും ഒരു മുസ്ലിമായി ജീവിക്കാൻ അനുവദിക്കുകയും ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സൗകര്യമുണ്ടാവുകയും ചെയ്യുന്ന ഒരു നാട്ടിൽ മറ്റു സമൂഹങ്ങൾക്കെതിരെ ഏതെങ്കിലും നിലക്ക് ശക്തമായ ബലപ്രയോഗത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. വിഷയാവതരണത്തിൽ തന്നെ ആ കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ് അള്ളാഹുവിന്റെ പരമാധികാരം? യഥാർത്ഥത്തിൽ ഈ ലോകത്തെ ബഹുദൈവാരാധകരായിരുന്ന അബൂജഹൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലും അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നതനായിരുന്ന അമീർ കൂടിയായിരുന്ന KC അബ്ദുള്ള മൗലവി തന്നെ അദ്ദേഹത്തിന്റെ ഇബാദത്ത് ഒരു സമഗ്ര പഠനത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും ഈ ലോകത്തിന്റെ പരമാധികാരം ഇന്ദിരാഗാന്ധിക്കാണെന്ന് കരുതുന്നില്ല എന്ന്. പിന്നെ എങ്ങനെ മുജാഹിദുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗം അള്ളാഹുവിന്റെ പരമാധികാരം മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കും? ഒരിക്കലുമില്ല. ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്, നമ്മുടെ ഹൃദയമിടിപ്പുകളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ മുളച്ചു പൊങ്ങുന്ന ഒരു രോമം അത് നിലനിൽക്കുന്നതും അത് നരയ്ക്കുന്നതും ആ കാര്യം പോലും നിയന്ത്രിക്കുന്നത് സർവശക്തനായ നാഥനാണ്. അത് ഈ ലോകത്ത് മതവ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഈ ലോകത്ത് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാരാണ് എന്ന കാര്യത്തിൽ തർക്കിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ലോകത്തിന്നേ വരെ തർക്കമില്ലാത്ത ഒരു വിഷയമാണ് പരമാധികാരം ഏകനായ ഒരു നാഥന് മാത്രമാണ് എന്നുള്ളത്. എന്നാൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വിവിധ മതസ്ഥർ താമസിക്കുകയും അവർ ഒരുമിച്ച് ഭരണം നടത്തുകയും ജനായത്ത സംവിധാനം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം സർക്കാരുകളെ അനുസരിക്കുകയോ അത്തരം ഭരണകൂടങ്ങളോട് സഹകരിക്കുകയോ ചെയ്യുക വഴി ഏതെങ്കിലും നിലക്ക് അള്ളാഹുവിന്റെ പരമാധികാരത്തിന് ഇടിവ് തട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഈ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പാടുണ്ടായിരുന്നില്ല. ഏത് ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പ്രഖ്യാപിച്ചത്? ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മുസ്ലിങ്ങൾക്കും മുജാഹിദുകൾക്കും ക്ലാസ് എടുത്തു തരുന്നു. ഞങ്ങൾക്ക് അതിനുള്ള മാതൃക യൂസുഫ് അലൈഹി ഇസ്ലാമാണ് പോലും. 2004 പ്രബോധനത്തിന്റെ വാർഷിക പതിപ്പിൽ കാണാം, ജോർദാനിലെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമികമല്ലാത്ത ജോർദാനിലെ ഭരണകൂടത്തിൽ പങ്കാളികളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ 5 മന്ത്രിമാരെങ്കിലും ജോർദാനിൽ ഇസ്ലാമികതരമായ ഭരണകൂടത്തിൽ അധികാരം പങ്കിടുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴാണ് തീരുമാനമെടുത്തത്. അതിന് തെളിവായി പ്രബോധനത്തിൽ ജോർദാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിരുന്ന റാഷിദ് ഗനൂഷിയുമായി അഭിമുഖം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിലൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ അതിന് തെളിവായി ഞങ്ങളുടെ മുന്നിൽ അമുസ്ലിം സാഹചര്യങ്ങളിൽ ഒരു മുസ്ലിമിന് ഭരണകൂടത്തിൽ പങ്കാളികളാകാം എന്നുള്ളതിന് ഒരുപാട് ചരിത്രരേഖകളുണ്ട്. ഒന്ന് അദ്ദേഹം പറഞ്ഞത് യൂസുഫ് നബിയാണ് ഞങ്ങളുടെ ചരിത്രം എന്നാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, പ്രബോധനം ഇവിടെയുണ്ട്. സമയദൈർഘ്യം കൊണ്ട് ഞാനത് വായിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല, വേണമെങ്കിൽ വായിക്കുകയും ചെയ്യാം. അതിൽ അദ്ദേഹം പറഞ്ഞത് യൂസുഫ് അലൈഹി സ്വലാം മുസ്ലിം അല്ലാത്ത ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഒരു സിവിൽ സപ്ലൈസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, മുസ്ലിം അല്ലാത്ത ആ രാജാവിന്റെ കീഴിൽ ഒരു മന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ഇസ്ലാമിന് ഒരു പോറലും ഉണ്ടായില്ല. യൂസുഫ് നബിയാണ് ഞങ്ങളുടെ മാതൃക എന്ന്. അതേപോലെ ലോകത്തിന് മാതൃകയായി ഇസ്ലാം പരിചയപ്പെടുത്തിയ ആസിയ ബീവി ലോകത്തെ ഏറ്റവും വലിയ താഗൂത്തായ ഫിറഔനിന്റെ ഭാര്യാപദം അലങ്കരിച്ചിട്ട് പോലും അള്ളാഹുവിന്റെ പരമാധികാരത്തിന് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തെവിടെയെങ്കിലും ഭരണം നടത്തിയതായി നമുക്കറിഞ്ഞുകൂടാ. മൂസാ റസൂലുള്ളാഹി അലൈഹി സ്വലാം ഫിറഔൻ സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട സമയത്ത് ആ കടലിൽ കടന്ന് തിരിച്ചു പോവുകയും ആ സിംഹാസനത്തിലേക്ക് ആരൂഢനാവുകയും ചെയ്ത ചരിത്രം നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല. നൂഹ് അലൈഹി സ്വലാമിന്റെ ചരിത്രമാകട്ടെ, അതേപോലെ ഈസാ അലൈഹി സ്വലാമിന്റെ ചരിത്രമാകട്ടെ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ പോലും ലോകത്തൊരു ഭരണം നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ചുരുക്കം, ഇസ്ലാമിക ഭരണമുള്ള ഉണ്ടാക്കാവുന്ന മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള രാജ്യത്ത്
എങ്ങനെയായിരിക്കണം മുസ്ലിങ്ങൾ സമീപനം സ്വീകരിക്കേണ്ടത്, മുസ്ലിങ്ങൾ ഭരണം നടത്തേണ്ടത്, കൃത്യമായ മാതൃകയുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാം മുസ്ലിങ്ങളായി ജീവിക്കാൻ അനുവദിക്കാത്ത രാജ്യങ്ങളിൽ, മുസ്ലിങ്ങളോട് ശത്രുത പ്രഖ്യാപിച്ച അവരെ നശിപ്പിക്കാനും ഉന്മൂലനാശം വരുത്താനും ശ്രമിക്കുന്ന രാജ്യങ്ങളിൽ ഒരു മുസ്ലിം ഏത് സമീപനം സ്വീകരിക്കണം? ദാറുൽ ഹർബിന്റെ മണ്ണിൽ സ്വീകരിക്കേണ്ട ഹിജറയുടെയും ജിഹാദിന്റെയും ചരിത്രത്തിനും ഇസ്ലാമിൽ മാതൃകയുണ്ട്. അതേ സമയത്ത് ഒരു മുസ്ലിമിനെ മുസ്ലിമായി അവന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കുകയും ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ദാറുൽ മുആഹദയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഒരു രാജ്യത്ത്, മുസ്ലിങ്ങളായി ജീവിക്കാൻ അനുവദിക്കുന്ന ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് അത്തരം ചക്രവർത്തിമാരോട് സഹകരിച്ചു പോകാം എന്നുള്ളത് ഇസ്ലാമിന്റെ രാഷ്ട്രീയ നിയമമാണ്. ആ നിയമം ഇവിടെയുള്ള മുസ്ലിം സമൂഹം പാലിക്കുന്നു, മുജാഹിദ് സമൂഹവും പാലിക്കുന്നു. അതാണ് പ്രായോഗികം എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നോക്കൂ, നജാഷി ക്രൈസ്തവനായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങൾക്ക് അഭയം നൽകി. അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ് കണ്ട് അദ്ദേഹത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനം എത്തിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരിലൂടെ. നജാഷി ഇസ്ലാം മതം സ്വീകരിച്ചു. പക്ഷേ നജാഷി അബിസിനിയയിൽ ഇസ്ലാമിന്റെ അടിത്തറയിൽ, വിശുദ്ധ ഖുർആന്റെ അടിത്തറയിൽ ഒരു ഭരണം നടത്തിയതായി തെളിയിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിക്കുമോ? നജാഷിയുടെ ഭരണം, അദ്ദേഹം ക്രിസ്ത്യാനായിരിക്കുന്ന കാലത്ത് തന്നെ മുസ്ലിമായതിന്റെ പേരിൽ മക്ക രാജ്യത്ത് ജീവിക്കാൻ സാധ്യമാകാത്തതിന്റെ പേരിൽ ക്രിസ്ത്യാനിയുടെ ഭരണം നടക്കുന്ന ഇസ്ലാമികമല്ലാത്ത ഒരു രാജ്യത്തേക്ക് മുസ്ലിങ്ങൾ പലായനം ചെയ്തപ്പോൾ ശിർക്കിൽ നിന്ന് ശിർക്കിലേക്കാണോ പ്രവാചകൻ പറഞ്ഞയച്ചത്? ലാത്തയുടെ കീഴിൽ നിന്ന് മനാത്തയുടെ കീഴിലേക്കാണോ പ്രവാചകൻ പറഞ്ഞയച്ചത്? ഉത്തരം വ്യക്തമാണ്. ചുരുക്കം, അള്ളാഹുവിന്റെ പരമാധികാരത്തെ കുറിച്ചൊരു ചോദ്യമുണ്ട്. സകലത്തിന്റെയും പരമാധികാരം ആർക്കാകുന്നു എന്ന് ചോദിച്ചാൽ അബൂജഹലും മുർത്തബത്തും ശൈബത്തും പോലും നൽകിയ മറുപടി അത് അള്ളാഹുവിനാണ് എന്നാണ്. പരമാധികാരം അള്ളാഹുവിനാണ് എന്ന കാര്യത്തിൽ ബഹുദൈവാരാധകർക്ക് പോലും തർക്കമില്ല. പിന്നെയല്ലേ ഏകദൈവാരാധനയുടെ കണിശത പ്രചരിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പ്രബോധനം നടത്തുന്ന മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കുന്നത്. ഇനി അവിടെ നിൽക്കട്ടെ, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു ആശയമുണ്ട്. സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വചനം, വലാ യുശ്രികൂ ഫീ ഹുക്മിഹി അഹദാ, അള്ളാഹുവിന്റെ അധികാരത്തിൽ അവൻ ഒരാളെയും പങ്കെടുപ്പിക്കുന്നില്ലെന്നും. അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ ഒരാൾക്കും പങ്കെടുക്കാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി വളർത്തിയെടുത്ത സിമി രൂപീകരിച്ച NDF-ന്റെ അതിന്റെ തുടർച്ചയായി വന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ഇവരുടെ മൗദൂദിയൻ തത്വശാസ്ത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ പറയുന്നു, ഇവിടെ ഇതാ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണാധികാരം വിവിധ ആളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അമേരിക്കയിലെ അള്ളാഹുവിന്റെ അധികാരം ജോർജ് ബുഷിൽ നിന്ന് ബറാക് ഒബാമയിലേക്ക് വഴിമാറാൻ പോകുന്നു. അത് ജർമ്മനിയിൽ ചാൻസലർ കൈപ്പിടിയിലാക്കി. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാണ് കൈപ്പിടിയിലാക്കിയത്. എത്രത്തോളം പ്ലാച്ചിമടയിലെ വെള്ളത്തിന്റെ മേൽ അള്ളാഹുവിനുള്ള അധികാരം, പ്ലാച്ചിമടയിൽ വെള്ളത്തിനുമേൽ അള്ളാഹുവിനുള്ള അധികാരം അത് കൊക്കക്കോള കമ്പനി ഏറ്റെടുത്തിരിക്കുന്നു. ഇനി നമ്മൾ മുസൽമാന്മാരുടെ ജോലി എന്താണ്? അള്ളാഹുവിന്റെ ഭരണം ഇങ്ങനെ ഓരോരുത്തരായി പിച്ചിപ്പറിച്ചു കൊണ്ടുപോയപ്പോൾ അത് തിരിച്ച് അള്ളാഹുവിനെ തിരിച്ചേൽപ്പിക്കുക എന്ന ദൗത്യമാണ് മുസ്ലിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് എന്ന വിടുവായത്തമാണ് മൗദൂദിയൻ പ്രസ്ഥാനങ്ങൾ, NDF-ഉം പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും സിമിയും ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ സമൂഹത്തിന് മുമ്പാകെ സമർപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവെ കുറിച്ച് ഇവർ എന്ത് മനസ്സിലാക്കി? വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവെ കുറിച്ച് ഇവർ മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കിയില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അള്ളാഹു ശക്തനാണ്, പ്രതാപിയാണ്. അള്ളാഹുവിന്റെ അധികാരം, അള്ളാഹുവിന്റെ പരമാധികാരം ഇങ്ങനെ വരുന്നവനും പോകുന്നവനും പുഴുക്കൾക്കും എല്ലാം തന്നെ തട്ടിപ്പറിച്ചെടുക്കാവുന്ന ഒരു നിസ്സാരമായ സംഗതിയാണ് എന്നും അള്ളാഹു ഒരു ദുർബലനാണ് എന്നുമുള്ള രീതിയിൽ ഇങ്ങനെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന തത്വശാസ്ത്രത്തിന്റെ തുടക്കം അത് ജൂദായിസമാണെന്നും ഷിയായിസത്തിലൂടെ അവർ സ്ഥാപിച്ച ഇമാമത്തിലൂടെയാണ് ഹാക്കിമിയത്തുള്ള സങ്കല്പം ഉണ്ടാക്കിയത് എന്നുമുള്ള ഗൗരവമായ വഴിതിരിവിനെ കുറിച്ചാണ് ഇത്രയും നേരമുള്ള ചർച്ചയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നുകൂടി ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു ചോദ്യം ഇവിടെ എഴുതി കിട്ടിയ ഒരു ബഹുമാന്യനായ സുഹൃത്ത് രഞ്ജൻ വെളിയിൽ, RSSന്റെ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകൻ രഞ്ജൻ എഴുതി ചോദിച്ച ചോദ്യങ്ങളെ നാം അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിക്കുകയാണ്. ചോദ്യം 1, ഭാരതത്തിലെ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ ശ്രീകോവിലായ ഭാരതത്തിന്റെ പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതിയായ അഫ്സൽ ഗുരു എന്ന ഭീകരവാദിയെ പരമോന്നത നീതിന്യായ കോടതി തൂക്കിലേറ്റാൻ വിധിച്ചിട്ടും മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ അപ്രീതിക്ക് പാത്രമാകും എന്ന ഒറ്റ കാരണത്താൽ നടപ്പാക്കാനായിട്ടില്ല. മുജാഹിദീൻ കേരള ഘടകത്തിന് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് പ്രമേയം പാസാക്കി രാഷ്ട്രപതിക്ക് അയച്ചുകൊടുത്തു മാതൃകയാക്കാമോ? ചോദ്യത്തിലെങ്കിലും RSSകാരനാകാതിരുന്നെങ്കിൽ നന്നായിരുന്നു രഞ്ജിത്ത്.
കാരണം ഭാരതത്തിലെ ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ ശ്രീകോവിലായ എന്ന പ്രയോഗം തന്നെ വംശീയതയുടെയും ഗോൾവാൾക്കറിയൻ സിദ്ധാന്തത്തിൻ്റെയും ഭാഗമായി രഞ്ജിത്ത് പരിശീലിച്ചതാണ്. ഇന്ത്യയിലെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം പള്ളിയാണ് എന്ന് ഞാൻ പറയൂല. ഇന്ത്യയിലെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ ചർച്ചാണ് എന്നൊരു ക്രിസ്ത്യാനി പറയരുത്. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ശ്രീകോവിലാണ് എന്ന് ഒരു RSS കാരനും പറയരുത്. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിന് മഹത്തായ ഒരു മാതൃക അക്കാലഘട്ടത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഒരു മഹത്തായ മാതൃക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കിയത് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ പണി പൂർത്തിയായതിനു ശേഷം ആ പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തളങ്ങളിൽ കൊത്തിവെക്കാൻ ഒരു വാചകം വേണമെന്ന കാലഘട്ടത്തിലെ ഭരണകർത്താക്കൾ തീരുമാനിക്കുകയും ലോകാടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ കൊണ്ടുവരപ്പെടുകയും ആ വ്യത്യസ്തങ്ങളായ മുനിമാരുടെ, മഹർഷിമാരുടെ, പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളിലെയും അതുപോലെ തന്നെ ഇതരങ്ങളായ സാഹിത്യകാരന്മാരുടെയും മൊഴിമുത്തുകൾ ശേഖരിച്ചു വെക്കുകയും അങ്ങനെ വ്യത്യസ്തങ്ങളായ വാചകങ്ങളും ആശയങ്ങളും ഒന്നിച്ചു വെച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തളത്തിൽ എഴുതി വെക്കാൻ പറ്റിയ ഒരു വാചകം എന്ത് എന്നെന്ന് അന്വേഷിക്കുകയും അവസാനം ഈ മൊഴിമുത്തുകൾക്കിടയിൽ നിന്ന് ഒരു വാചകം അക്കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ആ വാചകം വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമായിരുന്നു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന ആ വാചകത്തിന്റെ അർത്ഥം ഇന്നും പാർലമെന്റ് മന്ദിരത്തിന്റെ അകത്തളങ്ങളിൽ സ്വർണ്ണലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കലും അക്കാലഘട്ടത്തിൽ വർഗീയപരമായ, ഭീകരവാദപരമായ RSSന്റേതായ, NDF-ന്റേതായ, അതുപോലെ തന്നെ സംഘപരിവാറിന്റേതായ ഒരു നിലവാരത്തിൽ ഇന്ത്യൻ സമൂഹം അതപ്പതിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർലമെന്റ് മന്ദിരം ഒരു മുസ്ലിം പള്ളിയാണെന്ന് ഒരു മുസ്ലിമും അവകാശവാദം ഉന്നയിക്കരുത്. അതൊരു ചർച്ചാണ് എന്ന് ഒരു ക്രിസ്ത്യാനിയും അവകാശവാദം ഉന്നയിക്കരുത്. അതൊരു ശ്രീകോവിലാണ് എന്ന് ഒരു ഹിന്ദുവും അവകാശവാദം ഉന്നയിക്കരുത്. അത്തരത്തിൽ നാം താഴ്ന്നു പോകരുത്. രണ്ടാമതായി ഒരു ആവശ്യമുള്ളത്, ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം ആക്രമിച്ച അഫ്സൽ ഗുരു അയാളെ തൂക്കിലേറ്റുവാൻ വേണ്ടി മുജാഹിദീന്റെ കേരള ഘടകം ഈ ആവശ്യം വെച്ചിട്ട് പ്രമേയം പാസാക്കി രാഷ്ട്രപതിക്ക് അയക്കുമോ എന്നാണ്. അങ്ങനെ അയക്കാനാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾക്കെതിരെ അയക്കേണ്ടതുണ്ട്. RSSനെ സംബന്ധിച്ചിടത്തോളവും ഒരുപാട് ആളുകൾക്ക് അയക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകളെ തൂക്കിലേറ്റണം എന്ന് പറഞ്ഞ് ഒരുപാട് അപേക്ഷകളും ഒരുപാട് അപേക്ഷകള് നമ്മുടെ ഭരണകൂടത്തിന്റെ അടുക്കിലേക്ക്, രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് അയക്കേണ്ടതുണ്ട്. എന്തേ ഒരു അഫ്സൽ ഗുരുവിനെ മാത്രം കണ്ടു എന്റെ ബഹുമാന്യനായ സഹോദരൻ രഞ്ജൻ? എന്തേ ഒരു അഫ്സൽ ഗുരുവിനെ മാത്രം കണ്ടു? ഞാൻ നേരത്തെ വിശദീകരിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി, ആ ഗാന്ധിജി ഒന്നാം തരം ഒരു ഹിന്ദുവായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. റാം 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 എന്നുച്ചരിച്ച ആ ഗാന്ധിജിയുടെ മാറിലേക്ക് നിറയൊഴിച്ച നാഥുറാം വിനായക് ഗോഡ്സെയെ പുകഴ്ത്തിക്കൊണ്ട് 1990 കാലഘട്ടങ്ങളിൽ നാടകം അവതരിപ്പിച്ച നാഥുറാം വിനായക് ഗോഡ്സെയെ പാടിപ്പുകഴ്ത്തിയ RSSകാരന് തുറുങ്കിലടക്കേണ്ടതല്ലേ? അതൊരു നിവേദനം നമുക്ക് അയക്കേണ്ടതില്ലേ? ആ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞിട്ട് ബോംബെ കലാപം നടക്കുമ്പോ ബോംബെയുടെ മണ്ണിൽ വർഗീയ വിഷം ചീറ്റുന്ന രൂപത്തിൽ, ഹൈന്ദവ വർഗീയത ഇളക്കിവിടുന്ന രൂപത്തിൽ പ്രഭാഷണം നടത്തിയ ഒന്നാം തരം തീവ്രവാദി എന്ന കാര്യത്തിൽ സംഘപരിവാരുകാരന് സംശയമില്ലാത്ത ബാൽ താക്കറയെ തുറുങ്കിലടക്കണ്ടേ? ആ ബാൽ താക്കറയുടെ സിദ്ധാന്തം സ്വീകരിച്ചവരെ തുറുങ്കിലടക്കണ്ടേ? ഒരു മുസ്ലിമിനെ കൊല്ലുവാൻ വേണ്ടി ഒരു കത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ച ഉമാഭാരതിയെ തുറുങ്കിലടക്കണ്ടേ? ഗുജറാത്തിന്റെ മണ്ണിൽ കലാപം അഴിച്ചുവിട്ട അവിടുത്തെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയെ തുറുങ്കിലടക്കണ്ടേ? എന്തേ ഇവിടെയും മനുഷ്യൻ വർഗീയത മാത്രം കാണുന്നു? എന്തേ ഇവിടെയും വർഗീയത മനുഷ്യൻ കാണുന്നു? ഇവിടെയും എന്തേ മനുഷ്യൻ വർഗീയമായി മാത്രം ചിന്തിക്കുന്നു? ഒരു കുറ്റവാളിയുടെ കാര്യത്തിൽ പോലും, കുറ്റം ചെയ്തവന്റെ കാര്യത്തിൽ പോലും വർഗത്തിന്റെയും ജാതിയുടെയും പ്രസ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിൽ നോക്കി നീതി നിർവഹിക്കുന്ന ഈ പ്രഖ്യാപനത്തോട്, ഈ വാദത്തോട് ഒരിക്കലും ഇസ്ലാം യോജിച്ചിട്ടില്ല.
ഒരിക്കലും ഇസ്ലാം യോജിച്ചിട്ടില്ല. വിശുദ്ധ ഇസ്ലാം മാനവ സമൂഹത്തോട് പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം, കുറ്റം ചെയ്തവനാരാണെങ്കിലും, അതൊരു മുസ്ലിമാണെങ്കിലും, അതൊരു ക്രിസ്ത്യാനിയാണെങ്കിലും, അതൊരു സംഘപരിവാറുകാരനാണെങ്കിലും, അതൊരു RSSകാരനാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന നിയമമാണ് ഇസ്ലാമിന്റെ നിയമം. അവിടെ ഒരു മുസ്ലിം ആ മുസ്ലിമിനെ തൂക്കിലേറ്റണം, എന്നാൽ ഒരു RSSകാരനെ വെറുതെ വിടണം, ഒരു സംഘപരിവാറുകാരനെ വെറുതെ വിടണം എന്ന നിലപാട് ഇസ്ലാമിക സമൂഹത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത നിലപാടാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉന്നത കുലജാതയായ ഒരു പെണ്ണ് കട്ടു മോഷ്ടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുവന്നപ്പോൾ ആ രാജ്യത്തിന്റെ വിധി നടപ്പാക്കണം, കട്ടവന്റെ കൈമുറിക്കണമെന്ന നിലപാട് സ്വീകരിക്കണമെന്ന് പ്രവാചകൻ തീരുമാനമെടുത്തപ്പോ ചില ആളുകൾ അവിടെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റെക്കമെൻഡിന് വേണ്ടിയിട്ട് ചില ആളുകളെ നിയോഗിച്ചിട്ട് പറഞ്ഞു, അവൾ ഇന്ന കുലത്തിൽപ്പെട്ടവളാണ്, അവൾ ഇന്ന കുലജാതയാണ്, അതുകൊണ്ട് ആ കുടുംബത്തിന് മാനക്കേടുണ്ടാകും. ആയതിനാൽ ഓ പ്രവാചകരെ, അവളുടെ കാര്യത്തിൽ നിങ്ങൾ നിലപാട് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് നടത്തിയ പ്രഖ്യാപനം, എന്റെ മകൾ എന്റെ കരളിന്റെ കഷ്ടമായ എന്റെ പുന്നാരമകൾ കട്ടാനും അവളുടെ കൈ ഞാൻ മുറിക്കും. അതാണ് ഇസ്ലാമിന്റെ നീതിനിഷ്ഠ. എന്റെ കൂട്ടുകാരൻ, എന്റെ സ്നേഹിതൻ, എന്റെ പ്രസ്ഥാനക്കാരൻ തെറ്റ് ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടേണ്ട, അവനെ വെറുതെ വിടണം, അവൻ വിരാജിക്കട്ടെ എന്ന നിലപാടും, തന്റെ അയൽഗോത്രക്കാരൻ, തന്റെ അയൽമതക്കാരൻ, അവരിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അവനെ ക്രൂരമായി ശിക്ഷിക്കണമെന്ന ഈ നിലപാട്, ഈ വർഗീയമായ നിലപാട് RSSകാരന് ഉപേക്ഷിക്കണം, സംഘപരിവാറുകാരന് ഉപേക്ഷിക്കണം, ജമാഅത്തെ ഇസ്ലാമിക്കാരന് ഉപേക്ഷിക്കണം, NDFകാരന് ഉപേക്ഷിക്കണം. അതിനാണ് ഈ സദസ്സ്. അല്ലാതെ RSSകാരന്റെ വക്കാലത്ത് പിടിക്കാനോ NDFകാരന്റെ വക്കാലത്ത് പിടിക്കാനോ അല്ല. ഏതെങ്കിലും ഒരു കുറ്റവാളിയെ ന്യായീകരിക്കുവാനോ ഏതെങ്കിലും ഒരു കുറ്റവാളിയുടെ പക്ഷം പിടിക്കാനോ അല്ല. നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ, നീതിക്ക് വേണ്ടി പ്രഖ്യാപനം നടത്താൻ, അതിനുവേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സദസ്സ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന തിരിച്ചറിവ് രഞ്ജനമുണ്ടാകണം, ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാകണമെന്നാണ് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയാണ് ആഗോള തീവ്രവാദത്തിൽ നിന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു തെളിവും ഉദ്ധരിച്ചില്ല. ഇവിടെ ഏതെങ്കിലും സ്ഫോടനത്തിലോ മറ്റോ എന്തെങ്കിലും കവർച്ചയിലോ കേസ്. എന്നാൽ ഈ മൊയ്തു മൗലവി എന്ന് പറയുന്ന മുജാഹിദ് നേതാവ് തന്നെ എഴുതിയ എൻ്റെ കൂട്ടുകാരൻ എന്ന ബുക്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ മറ്റേ മൗലാന മൗദൂദിയെ പോലെ തന്നെ അറിയപ്പെടുന്ന ഇബ്നു അബ്ദുൽ വഹാബ് ജൂതന്റെ സൃഷ്ടിയാണെന്നും അദ്ദേഹം ഈ മദീനത്തെ പള്ളി തന്നെ കൊള്ളയടിച്ച വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ മദീനത്ത് വന്ന് മദീനത്തെ പള്ളിയിൽ പല പണ്ഡിതന്മാരെ വധിക്കുകയും എന്നിട്ട് ആ പള്ളി തന്നെ കൊള്ളയടിച്ചു കൊണ്ടുപോയ ആളുകളാണെന്ന് പറയുകയും ഇനിയും അവിടെ ഭരണം കിട്ടിയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ഷരീഫ് തന്നെ അടിച്ച് തകർത്ത് കളയുമെന്ന് പറയുന്ന ഈ മുജാഹിദ് ബാലുശ്ശേരിയും കെ സക്കരിയ സുലാഹിനെ പോലുള്ള ആൾക്കാരെക്കാൾ വലിയ തീവ്രവാദി. ചോദ്യം മനസ്സിലായി. ചോദ്യത്തിന് ശംസുദ്ദീൻ ബാലത്ത് മറുപടി പറയും. മുജാഹിദ് പ്രസ്ഥാനം തന്നെ തീവ്രവാദമാണോ എന്നാണ് സുഹൃത്ത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്നെ മദീന കൊള്ളയടിച്ച ആളായിരുന്നു എന്നൊക്കെയാണ് വർത്തമാനം. മദീന ഭരണം നടത്തുന്നത് തന്നെ സലഫി ആദർശമുള്ള ആളുകളാണ് എന്നുള്ള കാര്യം അറിയുന്നത് നല്ലത്. വഹാബി മൂവ്മെന്റ് എന്ന പേരിൽ മുമ്പ് കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സംഘവുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരിട്ടൊരു ബന്ധവും ഇല്ല. ഇത് അതിൻ്റെ പോഷക ഘടകവും അല്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയമുണ്ട് കേരളക്കരയിൽ. അതിൻ്റെ 1-ാം തീയതി മുതൽ ഇന്നോളമുള്ള അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും ഗ്രന്ഥങ്ങളും പാഠശാലകളും അതേപോലെ തന്നെ അതിൻ്റെ മുഴുവൻ പ്രബോധന സംവിധാനങ്ങളും എക്സിബിഷനുകളും തുടങ്ങി മുഴുവൻ സംരംഭവും പരിശോധിച്ചാൽ എല്ലാം ഒരൊറ്റ പ്രമേയത്തിൽ അധിഷ്ഠിതമാണ്. ഈ ലോകത്തിന് സർവചരാചരങ്ങൾക്കും നിയന്താവായ ഒരു ഏകനാഥൻ മാത്രമാണ് ഉള്ളത് എന്നും സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവാണ് അവനെന്നും ആരാധ്യനായ അവനെ മാത്രമല്ലാതെ കേവലം ദുർബലരായ പുഴുക്കളായ കേവലം സൃഷ്ടികളായ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്, പൂജിക്കരുത് എന്നും അർഹതയുള്ളവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുമുള്ള തത്വം അത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിചയപ്പെടുത്തും. അപ്പോഴെല്ലാം മുജാഹിദുകൾ പറയാറുള്ളത് ഈ തത്വം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്.
ഇസ്ലാമിന്റെ തെളിവെന്താണ് എന്ന കാര്യത്തിൽ ഇസ്ലാമിന്റെ പേരുച്ചരിക്കുന്ന ഒരു സംഘത്തിനും തർക്കമില്ല. മുജാഹിദാകട്ടെ, സുന്നിയാകട്ടെ, ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ, തബ്ലീഗാകട്ടെ, NDF മറ്റ് ഏതെങ്കിലും ഇസ്ലാമിന്റെ പേരുന്നയിക്കുന്നവരോ ആകട്ടെ, അവരെല്ലാം ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. മുജാഹിദ് പ്രസ്ഥാനം പ്രത്യേകമായി പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിത്തറയിൽ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആനും സുന്നത്തും അത് വ്യക്തമായി പഠിപ്പിച്ച് അദ്ദേഹത്തിൽ നേരിട്ട് പഠിക്കാൻ അവസരമുണ്ടായ ഒരു സമൂഹമുണ്ട്. അത് സ്വഹാബികളാണ്. അതുകൊണ്ട് പ്രവാചകന്റെ പ്രഥമ അഭിസംബോധിതരായ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ വേണം വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് പ്രവാചകന്റെ അനുചരന്മാർ ഖുർആനിനെ മനസ്സിലാക്കിയതിൽ നിന്ന് ഭിന്നമായി പിൽക്കാലത്ത് വരുന്ന ഏതെങ്കിലും വ്യക്തികളോ ബുദ്ധിജീവികളോ ആയിട്ടുള്ള ആളുകൾ സ്വന്തം അഭിപ്രായം പറയും. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആകട്ടെ, ഇബ്നു തീമിയ ആകട്ടെ, എന്റെ സുഹൃത്ത് ചോദിപ്പിച്ചതുപോലെ ഈ സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞ് ഉത്തമ തലമുറ കഴിഞ്ഞ് പിൽക്കാലത്ത് ഉയർത്തെഴുന്നേറ്റ് വന്ന ആരാകട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന TP അബ്ദുള്ള കോയ മദനിയോ AP അബ്ദുൽ ഖാദർ മൗലവിയോ ആകട്ടെ, ഇത് സ്ഥാപിച്ച KM മൗലവിയോ, അതേപോലെ ഇതിന്റെ പ്രഗത്ഭരായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയോ പോലുള്ളവരാകട്ടെ, അവർ ഖുർആനിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഏതൊരു നേതാവിനും തെറ്റുപറ്റാം, തെറ്റുപറ്റാതിരിക്കാം. വിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടും യോജിക്കണം. അതിന്റെ മാതൃക ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വളർത്തിയെടുക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തം ലഭിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയും ചെയ്ത സ്വഹാബികളാണ്. സ്വഹാബികൾ നേരിട്ട് ദീൻ പഠിക്കാൻ അവസരമുണ്ടായ താബികളാണ്. ആ ഉത്തമ തലമുറയിൽപ്പെട്ട ആളുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് തിരുസുന്നത്തിൽ നിന്ന് മനസ്സിലാക്കാത്ത ഏതെങ്കിലും ഒരു ആശയം പിൽക്കാലത്ത് വന്ന ആര് പറഞ്ഞാലും, അതുകൊണ്ടാണ് പിൽക്കാലക്കാരായ നേതാക്കന്മാരുടെ പേരിലുണ്ടായ എല്ലാ പ്രസ്ഥാനങ്ങളും അവരിൽ സംഭവിച്ച പിഴവുകളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുത്തണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. തബ്ലീഗ് ജമാഅത്തിനെ പോലെ 100 കൊല്ലം മുമ്പ് മുഹമ്മദ് ഇലിയാസ് മനസ്സിലാക്കിയതുപോലെയല്ല ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അബുൽ അഅ്ല മൗദൂദിയോ സയ്യിദ് ഖുത്ബോ മനസ്സിലാക്കിയതുപോലെയല്ല ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. ജൂതന്റെ അരികിൽ നിന്ന് അച്ചാരം പറ്റിയ മിർസ അഹമ്മദ് ഖാദിയാനി മനസ്സിലാക്കിയതുപോലെയല്ല ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തുടങ്ങി ഏതെങ്കിലും ബുദ്ധിജീവികളോ വ്യക്തികളോ നേതാക്കന്മാരോ അവരാരായിരുന്നാലും അവരുടെ തലച്ചോറിൽ നിന്ന് വിരിയുന്ന ആശയാദർശങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമല്ല ഇസ്ലാം. ആത്മീയതയ്ക്ക് ഇസ്ലാമിലെ അഖലിയത്ത് എന്നാണ് പറയുക. അഖലിയത്ത് എന്നാൽ ബുദ്ധിയിൽ നിന്ന് ഉത്ഭൂതമാകുന്നത് എന്നാണ്. ഇസ്ലാമിന്റെ തത്വങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് വിരിയുന്നതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിൽ നിന്ന് വിരിയുന്ന കാര്യങ്ങൾ പോലും അത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ അല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അദ്ദേഹം തന്റെ ഇച്ഛപ്രകാരം സംസാരിക്കാറില്ല, മറിച്ച് ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അഖലിയായ ബുദ്ധിപരമായ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് രൂപം കൊള്ളുന്ന ആശയാദർശം ഇസ്ലാമിന്റെ ആശയാദർശമായി പരിഗണിക്കാറില്ല. മറിച്ച് സമാവിയായ ആകാശലോകത്ത് നിന്ന് വരുന്ന ദിവ്യബോധനം സാക്ഷാൽ ആരാധ്യന്റെ അരികിൽ നിന്നുള്ളതാണ് എന്ന് തെളിയിക്കപ്പെട്ട ദൈവിക ആദർശങ്ങൾ മാത്രമേ പ്രമാണമായി സ്വീകരിക്കൂ. ആ പ്രമാണങ്ങളിൽ തീവ്രവാദത്തിന്റെ ആശയങ്ങൾ ഉണ്ടെന്ന് വസ്തുനിഷ്ഠമായി സൂചിപ്പിച്ചാൽ, ചരിത്രരേഖയിൽ സൂചിപ്പിച്ചാൽ, തീർച്ചയായും അത് മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ ഏതെങ്കിലും ഒരാശയം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിത്തറയിൽ മുജാഹിദ് പ്രസ്ഥാനം ഉന്നയിച്ച ഈ ആശയം ശരിയല്ലെന്ന് ഏത് സാധാരണക്കാരൻ പറഞ്ഞാലും സ്വീകരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം സന്നദ്ധമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ഇവിടെ വിശദീകരിച്ചു. സമാധാനത്തിന്റെ ആദർശമായി ഇസ്ലാമിനെ സമാധാനപൂർവ്വം പരിചയപ്പെടുത്തുക. ഇസ്ലാമിനെ തീവ്രവാദമായി പരിചയപ്പെടുത്തുന്നവർക്ക് ഇസ്ലാമുമായി ബന്ധമില്ലെന്നും അവർ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ അർഹരല്ലെന്നും സമാധാനത്തിന്റെ ആദർശമായി ഇസ്ലാമിനോടുള്ള ബോധം കൊണ്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നീട് എന്റെ ബഹുമാന്യനായ സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ ആദർശം പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് അവരുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം തെളിവായി കാണിച്ചോ? RSSകാരൻ്റേത് കാണിക്കാൻ ഏറ്റവും ഒടുവിൽ മലേഗാവ് വരെയുള്ള കാര്യങ്ങളുണ്ട്. സംഘപരിവാരങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണിക്കാൻ പലതുമുണ്ട്. ഇതേപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയോ സഹോദര സംഘടനകളുടെയോ അതേ ആദർശം സ്വീകരിക്കുന്നവരുടെ കാണിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഏത് തീവ്രവാദ പ്രവർത്തനമാണ് എവിടെയാണ് നടത്തിയത് എന്ന ചോദ്യമാണ് സുഹൃത്ത് ചോദിച്ചത്. അതാണ് ചോദിച്ചത് എങ്കിൽ ചോദ്യം ചോദിച്ച സുഹൃത്ത് ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ചോദ്യം ഉന്നയിച്ച നിലയിൽ അതിന്റെ നിജസ്ഥിതി അറിയേണ്ടതില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളക്കരയിൽ നമുക്ക് പരിചയമുള്ള ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷമായി കാണുന്ന ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനം നിങ്ങൾ ഏതെടുത്താലും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം ഞങ്ങൾ കാണിച്ചു തരാം. NDFകാരന്റെ പേര് ഉദ്ധരിക്കാൻ ചോദ്യകർത്താവ് ധൈര്യപ്പെട്ടിട്ടില്ല.
കാരണം ചോദ്യകർത്താവിനറിയാം NDF-ന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പരമ്പരകൾ പത്രകെട്ടുകളിൽ നിന്ന് ഈ വേദിയിൽ നിരത്തപ്പെടുമെന്ന് അതിവിടെ ഉണ്ട് താൻ. അതേപോലെ തന്നെ മറ്റേതെങ്കിലും ISS-ന്റെ പ്രവർത്തനങ്ങളെ പരിശോധിക്കാൻ ഈ സുഹൃത്ത് തയ്യാറായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ പരിശോധിക്കുമ്പോൾ നേരത്തെ ഇവിടെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ചതിയുടെ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദത്തിന് വേണ്ടി ആഹ്വാനം നടത്തിയ വരികളാണ് നിങ്ങൾ നേരത്തെ ഇവിടെ കേട്ടത്. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം തന്നെ അത് ഏത് വിധേനയും സ്ഥാപിക്കലാണ് ഒരു മുസൽമാന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പ്രസ്താവിച്ചത്. അത് നേടുന്നത് വരെ ഒരു മുസൽമാന്റെ വാളുറയിൽ പോകാൻ പാടില്ല. ആ ജമാഅത്തെ ഇസ്ലാമിക്കാരന് പിന്നീട് നിലനിൽപ്പിന് വേണ്ടി തന്റെ തത്വശാസ്ത്രങ്ങൾ പിറകോട്ട് വലിച്ചെറിയേണ്ടി വന്നപ്പോഴും ജമാഅത്തുകാർ വളർത്തിയെടുത്ത സിമി ഇവിടെ സ്ഫോടനങ്ങളുമായി നിലവിലുണ്ടായിരുന്നു. സിമിയാണ് ജമാഅത്ത് തീവ്രവാദത്തിന് ഞങ്ങളുടെ ഒന്നാമത്തെ തെളിവ്. സിമി നിരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ സിമിയുടെ നേതാക്കന്മാർ കേരളക്കരയിൽ രൂപം കൊടുത്ത NDF-ഉം തമിഴ്നാട്ടിലെ വിടിയൽ വെള്ളിയും അതേപോലെ തെക്കൻ ജില്ലകളിൽ തെക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ ആവിഷ്കരിച്ച തീവ്രവാദ ലൈനുകളും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളും വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അബ്ദുൽ നാസർ മഅ്ദനി ഒരു പ്രസംഗത്തിന്റെ പിൻബലത്തിൽ മാത്രം ആവേശം കൊണ്ട് അസംഘടിതമായ ഒരു സംഘത്തെ ഒരു വലിയ വിഭാഗമായി വരികയും ഫാഷിസ്റ്റുകളോട് വിരോധമുള്ള ഒരു സംഘത്തെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിന് ഘടനയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അബ്ദുൽ നാസർ മഅ്ദനിക്ക് IS-നെ പിരിച്ചുവിടേണ്ട ഒരു ഘട്ടമുണ്ടായി. അപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഹിറാ സെന്ററിൽ നിന്ന് അബ്ദുൽ നാസർ മഅ്ദനിയുടെ അടുത്തേക്ക് അബ്ദുൽ നാസർ മഅ്ദനിയുടെ അരികിലേക്ക് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികൾ പുറപ്പെടുന്നത്. അന്ന് അബ്ദുൽ നാസർ മഅ്ദനി ISS-ന്റെ നേതാവാണ്. ഇന്നത്തെ മിതവാദം പ്രസംഗത്തിൽ പോലും അന്ന് ഈ അബ്ദുൽ നാസർ മഅ്ദനി സ്വീകരിച്ചിട്ടില്ല. ആ അബ്ദുൽ നാസർ മഅ്ദനി ISS-നെ പിരിച്ചുവിടും. അങ്ങനെ മുസ്ലിം സമൂഹത്തിനെതിരെ ഉണ്ടായ ആ ഒരു ദുഷ്പേര് അത് ഇല്ലാതാകാനും മുസ്ലിങ്ങൾക്ക് സമാധാനത്തിന്റെ ആളുകളാണ് എന്ന് അംഗീകാരം കിട്ടാനും ഒരു അവസരം വരുന്ന സമയത്ത് മുസ്ലിം സമൂഹം പോലും തന്നെ പിന്തുണക്കുന്നില്ല, മുസ്ലിം സംഘത്തിലെ ഒരു നേതാവും ഒരു സംഘടനയും ഒരു പണ്ഡിതനും തന്നെ അംഗീകരിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇസ്ലാമികമായി തന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്താതെ ISS പിരിച്ചുവിടാൻ വേണ്ടി അബ്ദുൽ നാസർ മഅ്ദനി തീരുമാനമെടുത്തപ്പോൾ അരുത്, ഞങ്ങളുണ്ട് നിങ്ങളെ പിന്തുണയ്ക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബലം നൽകുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയാദർശങ്ങൾക്ക് വേണ്ടി അച്ചുനിരത്തിക്കൊണ്ടിരിക്കുന്ന അബ്ദുള്ള സാഹിബ് ആദിയിൽ ആൾക്കൂട്ടമുണ്ടായി, പിന്നെ മഅ്ദനി ഉണ്ടായി എന്ന ചന്ദ്രികയിലെ ലേഖനത്തിലൂടെ ആരൊക്കെ ആരെയെല്ലാമാണ് പറഞ്ഞയച്ചത് എന്നും ആരുടെ അരികിലെല്ലാമാണ് പറഞ്ഞയച്ചത് എന്നും അബ്ദുൽ നാസർ മഅ്ദനി പിരിച്ചുവിടാൻ പാടില്ല, നിങ്ങളെ ഞങ്ങളെല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യത്തെ ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് ഗാരത്ത് അടക്കമുള്ള ആളുകൾ പരസ്യമായി അംഗീകരിക്കുകയാണ്. അതെ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീവ്രവാദം എവിടെയുണ്ടോ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. സിമിയെ നിർമ്മിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്, NDF-നെ നിർമ്മിച്ചത് സിമിയാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാണ് അതിന്റെ പിതൃത്വം. അങ്ങനെ തുടങ്ങി ഇവിടെ അമീറുൽ മുസ്ലിമീൻ എന്ന പേരിൽ നിങ്ങൾ കാണുന്ന ചില ലഘുലേഖകൾ ഈ എറണാകുളത്തിന്റെയും പരിസരത്തും തീവ്രവാദ നിലപാടുകളുമായി പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുപോലും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയാദർശ കളങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടവരാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി പാകിസ്ഥാനിലേക്ക് പരിശോധിക്കും. സ്റ്റാലിനെ പോലെ തന്നെ രക്തപ്പുഴ ഒഴുക്കാൻ ഇതര ആദർശം സ്വീകരിക്കുന്ന ആളുകൾക്കെതിരെ പ്രബോധനത്തിന്റെ നിലവാരം സ്വീകരിച്ച് തിരുത്തുന്നതിന് പകരം ഖാദിയാനികളാണെങ്കിൽ പോലും അവർക്കെതിരെ രക്തപ്പുഴ ഒരുക്കാൻ നേതൃത്വം കൊടുത്തിരുന്ന അബുൽ അഅ്ല മൗദൂദി ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിചാരണാവേളയിൽ മൗദൂദിയുടെ അവസാന നാളുകളിൽ മുനീർ കമ്മീഷന്റെ മുമ്പാകെ പോലും അദ്ദേഹം തന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് പരസ്യമായി വന്നിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമാണ്. അവർക്ക് അവരുടെ പാകിസ്ഥാനിലോ അതേപോലെ അഫ്ഗാനിസ്ഥാനിലോ മറ്റേതെങ്കിലും ജമാഅത്തിന്റെ കേന്ദ്രങ്ങളിലോ അതേപോലെ ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമീന്റെ കൂടെയോ ജമാഅത്തുകാർ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ച തീവ്രവാദ സംരംഭങ്ങൾ അത് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ അവരൊരുങ്ങിയാൽ പൊടി പോലും ഉണ്ടാവുകയില്ലെന്നും ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം മറ്റൊന്നാണ് എന്നും വ്യക്തമായി തിരിച്ചറിയാവുന്ന ജമാഅത്തെ ഇസ്ലാമി അവിടെ വ്യക്തമായി മൗനം പാലിച്ചുകൊണ്ട് പറകോട്ടു പോവുകയും അങ്ങനെ പൊതുജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ തീവ്രവാദത്തെ എതിർക്കുന്നു എന്ന് വരുത്തുകയും എന്നാൽ രഹസ്യമായി അബ്ദുൽ നാസർ മഅ്ദനിയെ പോലെ NDF-നെ പോലെ എത്രത്തോളം എന്നറിയാമോ NDF-ന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ ശാക്തീകരണത്തെ ശ്ലാഘിച്ചുകൊണ്ട് ലേഖനം എഴുതിയത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ റേഡിയൻസിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതിന്റെ വരികൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പേരിൽ കാണുന്ന തീവ്രവാദത്തിന്റെ മിക്കവാറും ഒറ്റപ്പെട്ട ഏതെങ്കിലും മാനസിക രോഗികൾ ചെയ്തു കൂട്ടുന്ന ഏർപ്പാടുകൾ നിർത്തിയാൽ സംഘടിതമായി മുസ്ലിം പക്ഷത്തു നിന്നുണ്ടായ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അബുൽ അഅ്ല മൗദൂദിയുടെ സാഹിത്യങ്ങളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പങ്ക് വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ ഇനിയും വേറെയും സാധിക്കുമെന്നാണ് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കാനുള്ള കാര്യം.